അപ്പം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെക്കേഷൻസ് എല്ലാം കഴിഞ്ഞു, സ്കൂളുകളൊക്കെ തുറന്നു, പുതിയൊരു അധ്യയന വർഷം ആരംഭിച്ചു അല്ലേ. നമ്മളിപ്പം എത്തി നിൽക്കുന്നത് ഒരു പ്രധാന ടേണിംഗ് പോയിന്റിലാണ്. ഇത് സാധാരണയായിട്ട് എല്ലാവരും പറഞ്ഞു തരാറുള്ളതാണ്, അതേപോലെ പറയുകയാണ്. നമ്മൾ വന്ന് നിൽക്കുന്നത് നമ്മുടെ ജീവിതത്തിലെ ആദ്യത്തെ ടേണിംഗ് പോയിന്റിലാണ്. ഈ ടേണിംഗ് പോയിന്റിൽ നിന്നും എങ്ങോട്ട് തിരിഞ്ഞാലാണ് നമ്മുടെ ലൈഫ് സെറ്റ് ആവുക എന്ന് നമുക്ക് ഡെഫിനറ്റ് ആയിട്ട് നല്ല രീതിയിൽ നമുക്കറിയാം അല്ലേ. അപ്പോൾ നല്ല രീതിയിൽ പഠിക്കുക, അതിനുവേണ്ടി ഞങ്ങളും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി റെഡിയാണ്. നമ്മൾ നിങ്ങൾക്ക് വേണ്ടി എത്തിച്ചു തരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാത്സ് എന്ന വിഷയമാണ് അല്ലേ. അത്യാവശ്യം എല്ലാവർക്കും ഒരു പേടി സ്വപ്നമായ ഒരു വിഷയമാണ് മാത്തമാറ്റിക്സ് എന്ന് പറയുന്നത്. അത് നമ്മൾ വളരെ സിമ്പിളും ലളിതമായ രീതിയിൽ നിസ്സാരമായ രീതിയിൽ കൈകാര്യം ചെയ്യാൻ നമ്മൾ നിങ്ങളെ പഠിപ്പിക്കുന്നതായിരിക്കും. ഇതിൻ്റെ ബേസിക് ഫാക്ടർ മുതൽ ഈ കണക്കിൻ്റെ ബേസ് മുതൽ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ഞങ്ങൾ റെഡിയാണ്. നിങ്ങളും ഞങ്ങളോടൊപ്പം ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ. അപ്പം നിങ്ങൾക്കിത് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ മറ്റുള്ള കുട്ടികളിലേക്കും കൂടി എത്തിക്കുക. നമ്മൾ ഇന്ന് ചാപ്റ്റർ 1 SLC മാത്സിൻ്റെ ആദ്യത്തെ ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. SLC മാത്സിൻ്റെ ആദ്യത്തെ ചാപ്റ്ററായ അരിത്തമെറ്റിക് സീക്വൻസ്, സമാന്തര ശ്രേണികൾ, നമ്മൾ മലയാളവും ഇംഗ്ലീഷും ഒരേ രീതിയിലാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് ഇംഗ്ലീഷ് മീഡിയം മലയാളം മീഡിയം അങ്ങനൊന്നുമില്ല, രണ്ടുപേരെയും കൺസിഡർ ചെയ്താണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. അരിത്തമെറ്റിക് സീക്വൻസ്, സമാന്തര ശ്രേണികൾ എന്താണെന്ന് നോക്കാം. ചാപ്റ്ററിനകത്ത് ഡിസ്കസ് ചെയ്യുന്ന ഫസ്റ്റ് കാര്യം, ആ പുസ്തകം തുറന്ന് അതിൻ്റെ ചാപ്റ്റർ തുടങ്ങുമ്പോൾ ഫസ്റ്റ് വരുന്ന നമ്പർ പാറ്റേൺസ്, സംഖ്യാക്രമങ്ങൾ, നമ്പേഴ്സ് പാറ്റേൺസ് നോക്കാം എന്താണെന്ന്. ഞാൻ താണ്ട് ഇവിടെ ഒരു നമ്പർ പാറ്റേൺ എഴുതുവാണ്. 1 2 3 4 5 6 ഇങ്ങനെ അങ്ങോട്ട് പോകും അല്ലേ. എക്സെട്ര നമ്മൾ 3 കുത്തിടും, എക്സെട്ര എന്നാണ് അർത്ഥം അല്ലേ. 1 2 3 4 5 6 ഇതൊരു നമ്പർ പാറ്റേൺ ആണ് അല്ലേ. ഈ നമ്പർ പാറ്റേൺ എന്താണ്? ഈ സംഭവം 1 2 3 4 5 എന്താണിത്? നാച്ചുറൽ നമ്പർ ആണ് അല്ലേ. എണ്ണൽ സംഖ്യകളെന്ന് വിളിക്കും. നാച്ചുറൽ നമ്പർ അല്ലെങ്കിൽ നമ്മൾ ഇതിനെ എണ്ണൽ സംഖ്യകളെന്ന് വിളിക്കും അല്ലേ. എണ്ണാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സംഖ്യകളാണ് എണ്ണൽ സംഖ്യകൾ. 1 2 നമ്മൾ ഓരോ സാധനം എണ്ണത്തിലെയോ, ഇപ്പം 10 തേങ്ങ എടുത്ത് തന്നിട്ട് ഇത് എണ്ണാൻ പറഞ്ഞ് നമ്മൾ എണ്ണും 1 2 3 4 അങ്ങനെ എണ്ണാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സംഖ്യകളാണ് എണ്ണൽ സംഖ്യകൾ എന്ന് പറയുന്നത്. അപ്പം ഞാൻ ആദ്യത്തെ പാറ്റേൺ എഴുതി 1 2 3 4 5 6 ആദ്യത്തെ പാറ്റേൺ ഞാൻ എഴുതി. ഓക്കെ ആണോ? ഇനി രണ്ടാമത്തെ പാറ്റേൺ ആയിട്ട് ഞാൻ എഴുതുന്നു 2 4 6 8 എക്സെട്ര. എന്താ ഈ പാറ്റേണിൻ്റെ പ്രത്യേകത? ഇത് ഈവൻ നമ്പർ ആണ് അല്ലേ. ഇരട്ട സംഖ്യകളെന്ന് നമ്മൾ പറയും. ഈവൻ നമ്പറാണ്, ഇരട്ട സംഖ്യകളാണ് അല്ലേ. അടുത്ത പാറ്റേൺ ഞാൻ എഴുതുന്നു 1 4 9 16 എക്സെട്ര അല്ലേ. പെട്ടു. എന്താണ് ഇത് സാധനം? എന്താണ് 1 4 9 16? ഇതെന്താണ്? ഇതും ഒരു സീരീസ് ആണ്, ഒരു നമ്പർ പാറ്റേൺ ആണ് ഈ പോയേക്കുന്നത്. ഇതും ഒരു നമ്പർ പാറ്റേൺ ആണ്. എന്താണ് ഈ നമ്പർ പാറ്റേണിൻ്റെ പ്രത്യേകത എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പറയാം. ദേ 1ൻ്റെ സ്ക്വയർ ആണ് 1, തൊട്ടടുത്ത് കിടക്കുന്ന 2ൻ്റെ സ്ക്വയർ ആണ്, അടുത്ത് കിടക്കുന്ന 3യുടെ സ്ക്വയർ ആണ്, അടുത്ത് കിടക്കുന്നത് 4ൻ്റെ സ്ക്വയർ ആണ്. അപ്പോൾ ഏതോ ഒരു സ്ക്വയർ അല്ലേ, എണ്ണൽ സംഖ്യയുടെ സ്ക്വയർ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 1 4 9 16 1 4 9 16 എക്സെട്ര. എന്താണിത്? സ്ക്വയർ ആണ് അല്ലേ. എണ്ണൽ സംഖ്യയുടെ സ്ക്വയർ ആണ് കൊടുത്തിരിക്കുന്നത്, വർഗ്ഗമാണ് കൊടുത്തിരിക്കുന്നത്, എണ്ണൽ സംഖ്യയുടെ വർഗ്ഗമാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഇതിൽ നിന്നും എന്താണ് നമ്പർ പാറ്റേൺ എന്ന് മനസ്സിലായോ? കുറേ നമ്പേഴ്സ് ഇങ്ങനെ നമുക്ക് അടുപ്പിച്ചടുപ്പിച്ച് എഴുതാം. 1 2 3 അല്ലെങ്കിൽ 1ാം സ്ഥാനത്ത് 2ാം സ്ഥാനം 3ാം സ്ഥാനം, അങ്ങനെ നമുക്ക് സംഖ്യകളെ ഇങ്ങനെ ക്രമത്തിൽ 1ാമത്തത് 2ാമത്തത് 3ാമത്തത് എന്നിങ്ങനെ ക്രമമായിട്ട് എഴുതാൻ സാധിക്കുന്നു എങ്കിൽ അതാണ് നമ്പർ പാറ്റേൺ. അതുമാത്രമല്ല, ഈ സംഖ്യകൾ തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ട്. 1ാമത്തെ സംഖ്യയും 2ാമത്തെ സംഖ്യയും തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ട്. ആ ബന്ധമനുസരിച്ചാണ് 3ാമത്തെ സംഖ്യ എഴുതുന്നത്, അതനുസരിച്ചാണ് ആ ബന്ധമനുസരിച്ചാണ് 4ാമത്തെ സംഖ്യ എഴുതുന്നത്. അപ്പോൾ ഈ സംഖ്യകൾക്കുള്ളിൽ ഒരു പ്രധാനപ്പെട്ട ഒരു പൊതുവായ ബന്ധമുണ്ട്, എന്തോ ഒരു ബന്ധമുണ്ട്. ആ ബന്ധം വെച്ചാണ് ഈ നമ്പേഴ്സ് എല്ലാം നമ്മൾ 1 2 3 അല്ലെങ്കിൽ 1ാമത്തെ 2ാമത്തെ 3ാമത്തെ എന്നും പറഞ്ഞ് നമ്മൾ എഴുതി പോയേക്കുന്നത്. ഇതാണ് നമ്പർ പാറ്റേൺ. വ്യക്തമായോ? അതിനകത്ത് തന്നെ ഒരു ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. എന്താ? എ കളക്ഷൻ ഓഫ് നമ്പേഴ്സ്. നമ്പേഴ്സ് പാറ്റേണിൻ്റെ ഡെഫിനിഷൻ പറയാണ്. എ കളക്ഷൻ ഓഫ് നമ്പർ, അത് ഒരു കൂട്ടം നമ്പേഴ്സ് ആണ് അല്ലെങ്കിൽ ഒരു കൂട്ടം കളക്ഷൻ ഓഫ് നമ്പേഴ്സ് ആണ്.
ഒരു കൂട്ടം സംഖ്യകളാണ് വിച്ച് ആർ ഓർഡേഡ് ആസ് ദ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ആൻഡ് സോ ഓൺ ലൈക്ക് ദീസ്. അതിനെ നമ്മൾ എങ്ങനെ എഴുതിയേക്കുന്നു? ഒന്നാമത്തത്, രണ്ടാമത്തത്, മൂന്നാമത്തത് എന്നിങ്ങനെ ഓർഡറിലാക്കി എഴുതിയിരിക്കുന്നു. അപ്പോൾ നമ്മൾ എന്താ പറയുന്നത്? ഇതൊരു കളക്ഷൻ ഓഫ് നമ്പേഴ്സ് ആണല്ലേ, സംഖ്യകളുടെ ഒരു കൂട്ടമാണ്. ആ സംഖ്യയുടെ കൂട്ടത്തെ നമ്മൾ എങ്ങനെ ക്രമീകരിച്ചിരിക്കുന്നു? ഒന്നാമത്തെ സംഖ്യ, രണ്ടാമത്തെ സംഖ്യ, മൂന്നാമത്തെ സംഖ്യ എന്നിങ്ങനെ ക്രമമായിട്ട് എഴുതി വെച്ചേക്കുന്നു. അക്കോർഡിംഗ് ടു സം റൂള്, അങ്ങനെ ക്രമമായിട്ട് എഴുതാൻ എന്തോ ഒരു റൂൾ അതിനകത്തിലുണ്ട്, എന്തോ ഒരു നിയമം അനുസരിച്ചാണ് നമ്മൾ ഒന്നാമത്തെ സംഖ്യ, രണ്ടാമത്തെ സംഖ്യ, മൂന്നാമത്തെ സംഖ്യ എന്നിങ്ങനെ എഴുതിയേക്കുന്നത്. അപ്പോൾ ക്രമമായി എഴുതിയേക്കുന്ന ഈ നമ്പേഴ്സിൻ്റെ ഒരു കൂട്ടം നമ്പേഴ്സ്, ആ ഒരു കൂട്ടം നമ്പേഴ്സ് എന്തോ ഒരു നിയമത്തെ അനുസരിച്ചാണ് എഴുതിയിരിക്കുന്നത്. അങ്ങനെയുള്ള നമ്പേഴ്സിനെയാണ് നമ്പർ സീക്വൻസ്, അങ്ങനെയുള്ള ക്രമത്തെയാണ് നമ്മൾ എന്ന് പറയുന്നത് നമ്പർ സീക്വൻസ് അല്ലെങ്കിൽ സംഖ്യാശ്രേണി എന്ന് പറയുന്നത്. നമ്പർ സീക്വൻസ് അല്ലെങ്കിൽ സംഖ്യാശ്രേണി എന്ന് പറയുന്നത് മനസ്സിലായല്ലോ? ആദ്യത്തെ പോയിന്റ് പഠിച്ചല്ലോ. അപ്പം നമ്പർ സീക്വൻസ് എന്താണെന്ന് പഠിച്ചു അല്ലേ? നമ്പർ സീക്വൻസ്, നമ്പർ പാറ്റേൺ എന്താണെന്ന് പഠിച്ചിരിക്കുക. നമ്പർ പാറ്റേൺ എന്താണെന്ന് പഠിച്ചു. ഇനി നമ്മൾ കുറച്ച് കഴിയുമ്പോൾ അരിത്തമെറ്റിക് സീക്വൻസ് എന്താണെന്ന് പഠിക്കും. അപ്പോൾ ഇത് രണ്ടും കൂടെ മിക്സ് ആയി പോരുത്. നമ്പർ പാറ്റേൺസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്പർ സീക്വൻസ് എന്ന് പറയുന്നത് എന്താ? എന്തോ ഒരു നിയമം അനുസരിച്ച് ഒന്നാമത്തത്, രണ്ടാമത്തത്, മൂന്നാമത്തത് എന്നിങ്ങനെ സംഖ്യകളെ ക്രമമായി എഴുതാൻ സാധിക്കുന്നതിനെയാണ് നമ്മൾ സംഖ്യാശ്രേണി എന്ന് വിളിക്കുന്നത്. ഓക്കെ ആണല്ലോ? ഇത്രയും പറഞ്ഞ് മനസ്സിലായല്ലോ? ഓക്കെ. അതിന് കുറേ ഉദാഹരണങ്ങൾ ഇപ്പം നമ്മൾ പറഞ്ഞു അല്ലേ? 1, 2, 3, 4 എന്ന് പറയുന്ന എണ്ണൽ സംഖ്യകൾ, 1, 2, 3, 4 എന്ന് പറയുന്ന എണ്ണൽ സംഖ്യകൾ, 1, 2, 3, 4 എന്ന് പറയുന്ന എന്ത്? എണ്ണൽ സംഖ്യകൾ. ഇവിടുത്തെ പ്രത്യേകത എന്താ? ഇത് എണ്ണൽ സംഖ്യകളാണ് അല്ലെങ്കിൽ നാച്ചുറൽ നമ്പേഴ്സ് ആണ് അല്ലേ? നാച്ചുറൽ നമ്പേഴ്സ്. ഇതിൻ്റെ പ്രത്യേകത എന്താ? ഒന്നിനോട് 1 കൂട്ടുമ്പോൾ 2 കിട്ടും, അതിനോട് വീണ്ടും 1 കൂട്ടുമ്പോൾ 3 കിട്ടും, 3ൻ്റെ കൂടെ 1 കൂട്ടിയാൽ 4 കിട്ടും. നമുക്ക് പറയാം +1, 1 ആടിയത് പോയേക്കുന്നു. ഇതാണ് നാച്ചുറൽ നമ്പേഴ്സ് അല്ലെങ്കിൽ എണ്ണൽ സംഖ്യകളെന്ന് വിളിക്കുന്നത്. ഓക്കെ, അടുത്തൊരു പാറ്റേൺ ഞാൻ എഴുതുന്നു. 3, 6, 9, 12 എക്സെട്ര അല്ലേ? എന്താ പ്രത്യേകത? 2 പ്രത്യേകത നമുക്ക് ഇതിനകത്ത് പറയാം. ഒന്നെന്താ? 3, ആദ്യത്തെ നമ്പറിൻ്റെ കൂടെ വീണ്ടും ഒരു 3 കൂട്ടിയാൽ നമുക്ക് 6 കിട്ടും അല്ലേ? ആ നമ്പറിൻ്റെ കൂടെ വീണ്ടും ഒരു 3 കൂട്ടിയാൽ നമുക്ക് 9 കിട്ടും. വീണ്ടും അതിൻ്റെ കൂടെ 3 കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 12 കിട്ടും. ഇതൊരു നിയമമാണ് അല്ലേ? അടുത്ത സംഖ്യ നമുക്ക് പറയാൻ പറ്റും. 12ൻ്റെ കൂടെ 3 കൂട്ടിയാൽ നമുക്ക് 15 കിട്ടും. നമുക്ക് ഉറപ്പായിട്ട് പറയാൻ പറ്റും അല്ലേ? ഇല്ലെങ്കിൽ രണ്ടാമത്തെ ഒരു നിയമം പിടിച്ചോ. ഈ 3 കിടക്കുന്ന 1ൻ്റെ 1-ാം സ്ഥാനത്താണ് അല്ലേ? 3 കിടക്കുന്ന 1-ാം സ്ഥാനത്താണ്. ആ സ്ഥാനം 1-ാം സ്ഥാനത്തെ × 3 ചെയ്താൽ നമുക്ക് ആദ്യത്തെ ആളെ കിട്ടും. 6 കിടക്കുന്ന 2-ാം സ്ഥാനത്താണ്. 2 × 3 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 6നെ കിട്ടും. 9 കിടക്കുന്നത് 3-ാം സ്ഥാനത്താണ്. 3 × 3 ചെയ്താൽ നമുക്ക് 9 കിട്ടും. 12 കിടക്കുന്നത് 4-ാം സ്ഥാനത്താണ്. അതുകൊണ്ട് 4 × 3 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 12നെ കിട്ടും. അങ്ങനൊരു നിയമം കൂടി നമുക്ക് പറയാം അല്ലേ? ഏത് പ്ലേസിലാണോ കിടക്കുന്നത് അതേ × 3 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് ആളെ കിട്ടും. അടുത്ത ആൾ 5-ാം സ്ഥാനത്താണ് കിടക്കുന്നത്. 5 × 3 15 എന്ന് നമുക്ക് പറയാൻ പറ്റും അല്ലേ? അതൊരു നിയമം അനുസരിച്ചാണ് കിടക്കുന്നത്. ഇനി അടുത്ത എന്താ നമ്മൾ പറഞ്ഞത്? 1, 4, 9, 16, 25 അല്ലേ? എന്താ നിയമം? എന്താ ഇവിടുത്തെ നിയമം? ദേ നോക്കിയേ. 1 ആദ്യത്തെ 1ൻ്റെ സ്ക്വയർ ആണ്. 4 എന്ന് പറയുന്നത് 2ൻ്റെ സ്ക്വയർ ആണ്. 9 എന്ന് പറയുന്നത് 3ൻ്റെ സ്ക്വയർ ആണ്. 16 എന്ന് പറയുന്നത് 4ൻ്റെ സ്ക്വയർ ആണ്. 25 എന്ന് പറയുന്നത് 5ൻ്റെ സ്ക്വയർ ആണ് അല്ലേ? അപ്പോൾ എണ്ണൽ സംഖ്യയുടെ സ്ക്വയർ ആണ് നമ്മൾ ഇവിടെ നമ്പർ സീക്വൻസ് ആയിട്ട് എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമ്പർ പാറ്റേൺ എന്താണെന്ന് മനസ്സിലായല്ലോ? ഈ നമ്പർ പാറ്റേൺ എന്ന് വെച്ചാൽ ഒരു കൂട്ടം സംഖ്യകളാണ്. അത് ഒന്നാമത്തത്, രണ്ടാമത്തത്, മൂന്നാമത്തത് എന്നിങ്ങനെ ക്രമമായി എഴുതുന്നു. എന്തിൻ്റെ അടിസ്ഥാനത്തിൽ? ഏതെങ്കിലും ഒരു റൂളിൻ്റെ അടിസ്ഥാനത്തിൽ. അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? നമ്പർ പാറ്റേൺസ് എന്ന് പറയുന്നത്. നമ്പർ പാറ്റേൺസിനകത്ത് തൊട്ടടുത്ത നമ്പർ ഏതാണെന്ന് നമുക്ക് എന്ത് ചെയ്യാം? കണ്ടുപിടിക്കാം. കാരണം എന്താ? ഇതിലൊരു റൂള് ഒബേ ചെയ്താണ് നമ്മൾ എഴുതുന്നത്. റൂൾ അനുസരിച്ച്, നിയമം അനുസരിച്ചാണ് എഴുതുന്നത്. അതുകൊണ്ട് തൊട്ടടുത്തടുത്ത് വരുന്ന നമ്പേഴ്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് എന്ത് ചെയ്യാം? കണ്ടുപിടിക്കാം. അതാണ് നമ്പർ പാറ്റേൺസ്. ഓക്കെ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ആദ്യത്തെ എക്സസൈസ് ആയിട്ട് ഇവർ കുറേ ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. ആദ്യത്തെ ക്വസ്റ്റ്യൻസ് കുറേ എണ്ണം തന്നിട്ടുണ്ട്. ഇതേ നോക്കാം. വി ക്യാൻ മേക്ക് ട്രയാങ്കിൾസ് ബൈ ടേക്കിംഗ് ഡോട്ട്സ്. ഈ ഡോട്ട് വെച്ച് കുറേ ട്രയാങ്കിൾസ് ഇവിടെ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. റൈറ്റ് ദ നമ്പർ ഓഫ് ഡോട്ട്സ് ഇൻ ഈച്ച് ട്രയാങ്കിൾ. ഓരോ ട്രയാങ്കിളിലുമുള്ള നമ്പർ ഓഫ് ഡോട്ട്സിൻ്റെ എണ്ണം, കുത്തുകളുടെ എണ്ണം കണ്ടുപിടിക്കുക. ഓരോ ട്രയാങ്കിളിലുമുള്ള കുത്തുകളുടെ എണ്ണം ആദ്യം കണ്ടുപിടിക്കുക. ആദ്യത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്കത് ചെയ്യാം. ആദ്യത്തെ ട്രയാങ്കിളിനകത്ത് എത്ര കുത്തുണ്ട്? 3 കുത്തുണ്ട്. അടുത്ത ട്രയാങ്കിളിനകത്ത് എത്ര ഉണ്ട്? 3 3 6 കുത്തുണ്ട് അല്ലേ? അടുത്തതിനകത്ത് എത്ര കുത്തുകളുണ്ട്? 10 കുത്തുകളുണ്ട് അല്ലേ? അടുത്തതിനകത്തിൽ 10 കുത്തുകളുണ്ട്.
മനസ്സിലായോ? ഓക്കെ, നമ്മൾ എഴുതി ആദ്യത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ നമ്മൾ എഴുതി. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? കാൽക്കുലേറ്റ് ദ നമ്പർ ഓഫ് ദ ഡോട്ട്സ് നീഡഡ് ടു മേക്ക് ദ നെക്സ്റ്റ് 3 ട്രയാങ്കിൾസ് ഇൻ ദിസ് പാറ്റേൺ. ഇങ്ങനെ ഒരു പാറ്റേൺ പോവുകയാണെങ്കിൽ അപ്പോൾ എന്താണ് പാറ്റേൺ എന്ന് പഠിച്ചു വെച്ചേക്കും. എന്താ? ഒരു നിയമം അനുസരിച്ച് ഒന്നാമത്തത്, രണ്ടാമത്തത്, മൂന്നാമത്തത് എന്ന രീതിയിൽ നമ്പേഴ്സിനെ ക്രമമായി രേഖപ്പെടുത്തുന്നതിനെയാണ് നമ്മൾ പാറ്റേൺസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ 3, 6, 10 3, 6, 10 ഇതാണ് ഇവിടുത്തെ പാറ്റേൺ. ഈ പാറ്റേണിനകത്ത് എന്തോ ഒരു പ്രത്യേകതയുണ്ട്. ആ നിയമം അനുസരിച്ച് അടുത്ത നെക്സ്റ്റ് 3 ട്രയാങ്കിൾസ്, അടുത്ത 3 ട്രയാങ്കിൾസിനെ നമുക്ക് ചെയ്യാനെന്നാണ് പറഞ്ഞിരിക്കുന്നത്, എഴുതാനാണെന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ ആണോ? ക്വസ്റ്റ്യൻ പറഞ്ഞത് മനസ്സിലായല്ലോ. അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ നിയമം എന്ന് നോക്കാം. ഇത് നോക്കിയേ, 3ൻ്റെ കൂടെ അപ്പോൾ നമ്മൾ നോക്കിയേ, ഈ ട്രയാങ്കിൾ വരച്ചു. ഇതിൻ്റെ അടുത്ത ട്രയാങ്കിൾ എന്ന് പറയുന്നത് ഇവിടെ നോക്കിയേ, ആദ്യത്തെ വരിയിൽ ഒരു ഡോട്ട് ഉണ്ടായിരുന്നു ആദ്യത്തെ വരിയിൽ, രണ്ടാമത്തെ വരിയിൽ 2 ഡോട്ട് ഉണ്ട്, മൂന്നാമത്തെ വരിയിൽ 3 ഡോട്ട്, നാലാമത്തെ വരിയിൽ 4 ഡോട്ട്. അങ്ങനെയാണെങ്കിൽ അഞ്ചാമത്തെ വരിയിൽ എത്ര ഡോട്ട് വരും? 5 ഡോട്ട് വരും അല്ലേ? ഞാനിവിടെ 5 ഡോട്ട് ഒന്ന് വരയ്ക്കുകയാണ്, 5 ഡോട്ട് വരും. ഒന്ന് വരച്ചു നോക്കിയല്ലേ? അങ്ങനെയാണെങ്കിൽ തൊട്ടടുത്ത നമ്പർ എത്രയായിരിക്കും? 15 ആയിരിക്കും. തൊട്ടടുത്ത നമ്പർ എത്രയായിരിക്കും? 15 ആയിരിക്കും അല്ലേ? ഇത്രയും പറഞ്ഞ് മനസ്സിലായ? തൊട്ടടുത്ത നമ്പർ ഞാൻ എഴുതി 15 ആയിരിക്കും. ഇവിടുത്തെ പ്രത്യേകത ഇനി ഒന്ന് നോക്കിയേ. 3ൻ്റെ കൂടെ 3 ആഡ് ചെയ്തപ്പോൾ നമുക്ക് അടുത്ത നമ്പർ കിട്ടി. 3ൻ്റെ കൂടെ 3 ആഡ് ചെയ്തപ്പോൾ തൊട്ടടുത്ത നമ്പർ കിട്ടി. ഈ 6ൻ്റെ കൂടെ അടുത്ത സംഖ്യ കൂട്ടിയപ്പോൾ നമുക്ക് 10 എന്ന് കിട്ടി. 6ൻ്റെ കൂടെ അടുത്ത സംഖ്യ 4 കൂട്ടിയപ്പോൾ നമുക്ക് 10 കിട്ടി. 10ൻ്റെ കൂടെ 5 കൂട്ടിയപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 15 എന്ന് കിട്ടി. 10ൻ്റെ കൂടെ 5 കൂട്ടിയപ്പോൾ നമുക്ക് 15 എന്ന് കിട്ടി. 15ൻ്റെ കൂടെ 6 കൂട്ടിയാൽ നമുക്ക് അടുത്ത നമ്പർ കിട്ടും. ആ നമ്പറിൻ്റെ കൂടെ 7 കൂട്ടിയാൽ നെക്സ്റ്റ് നമ്പർ കിട്ടും അല്ലേ? മനസ്സിലായോ? ഓരോ നമ്പറും ഓരോ ട്രയാങ്കിളിൻ്റെയും താഴെ ആഡ് ചെയ്യുന്ന ഡോട്ട് എന്ന് പറയുന്നത് ഇവിടെ 6 ഡോട്ട് അല്ല 5 ഡോട്ട് ഇപ്പോൾ ആഡ് ചെയ്തു അല്ലേ? അടുത്ത ഡോട്ട് അല്ലെങ്കിൽ അടുത്ത ട്രയാങ്കിൾ വരയ്ക്കുമ്പോൾ നമ്മൾ എത്ര ഡോട്ടാണ് ഇവിടെ ആഡ് ചെയ്യുന്നത്? 6 ഡോട്ട് ആഡ് ചെയ്യും അല്ലേ? അതായത് +6 കൂട്ടും. അതിൻ്റെ അടുത്തൊരു ട്രയാങ്കിൾ നമ്മൾ ഉണ്ടാക്കുമ്പോൾ എത്ര ഡോട്ട് ആഡ് ചെയ്യും? 7 ഡോട്ട് ആഡ് ചെയ്യും അല്ലേ? നമ്മൾ വരച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 15 + 6 എത്ര കിട്ടും? 21 എന്ന് കിട്ടും. 21 + 7 എത്ര കിട്ടും? 28 കിട്ടും. മനസ്സിലായോ? നമ്മൾ അടുത്തടുത്ത് വരുന്ന അടുത്ത 3 ട്രയാങ്കിൾസിൻ്റെ ഡോട്ട് നമ്മൾ കണ്ടുപിടിച്ചു. എത്ര ഡോട്ട് ഉണ്ടാവുമെന്നും മനസ്സിലായി. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ? രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. ഫ്രം ദി സീക്വൻസ് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ സ്ക്വയർ regular pentagon and so on of regular polygon from the following sequence. എന്താ പറഞ്ഞേക്കുന്നത്? നമ്മൾ ഒരു സീക്വൻസ് ഉണ്ടാക്കുകയാണ്. എന്താ അതിൻ്റെ പ്രത്യേകത? ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്ന് വെച്ചാൽ മലയാളം സമഭുജ ത്രികോണത്തിൻ്റെ പ്രത്യേകത എന്താ? ത്രികോണം എന്ന് പറയുന്ന 3 സൈഡ് ഉണ്ടായിരിക്കും. സമഭുജ ത്രികോണം എന്ന് വെച്ചാൽ 3 സൈഡും അതിൻ്റെ 3 ആംഗിൾസ് കാണും അല്ലേ? ഈ 3 ആംഗിൾസും 3 സൈഡും എന്തായിരിക്കും? ഈക്വലായിട്ട് വരും. 3 സൈഡ്സും 3 ആംഗിൾസും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഇതിലെ ഓരോ ആംഗിൾ എന്ന് പറയുന്നത് 60 ഡിഗ്രി ആയിരിക്കും. ഇങ്ങനെയുള്ള ട്രയാങ്കിളിനാണ് നമ്മൾ സമഭുജ ത്രികോണം അല്ലെങ്കിൽ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്ന് വിളിച്ചത്. അടുത്ത സ്ക്വയർ എന്ന് വെച്ചാൽ എന്താ? സമചതുരം. എന്താ സമചതുരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് സമചതുരം അല്ലേ? സമചതുരം. എന്താ സമചതുരത്തിന്റെ പ്രത്യേകത? 4 സൈഡ് ഉണ്ടായിരിക്കും, 4 സൈഡും ഈക്വൽ ആയിരിക്കും. 4 ആംഗിൾസ് ഉണ്ടായിരിക്കും, 4 ആംഗിൾസും ഈക്വൽ ആയിരിക്കും. ഏകദേശം 4 ആംഗിൾസും ഈക്വൽ ആയിരിക്കും. 90 ഡിഗ്രി വീതമായിരിക്കും ഓരോ ആംഗിളും. 90 ഡിഗ്രി. ഓക്കെ ആണോ? അടുത്ത ഈ റെഗുലർ പെന്റഗൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? സമപഞ്ചഭുജം. റെഗുലർ പെന്റഗൺ പഞ്ചഭുജം അല്ലേ? അതാണ് റെഗുലർ പെന്റഗൺ എന്ന് പറയുന്നത്. എത്ര ആയിരിക്കും? 5 സൈഡ് ഉണ്ടായിരിക്കും അല്ലേ? 5 സൈഡ് ഉണ്ടായിരിക്കും. 5 സൈഡുള്ള ഒരു രൂപം. അതിൻ്റെ പ്രത്യേകത എന്താ? 5 സൈഡും ഈക്വൽ ആയിരിക്കും. അതേപോലെ ഇതിനകത്തിലെ ആംഗിൾസ് ഉണ്ടല്ലോ, 5 ആംഗിൾസ് കാണും. 5 ആംഗിളും എന്തായിരിക്കും? തുല്യമായിരിക്കും. 5 ആംഗിളും തുല്യമായിരിക്കും. അങ്ങനെ ഇനി 6 സൈഡ് 7 സൈഡ് ഇതെല്ലാം റെഗുലർ ആണ് അല്ലേ? സമഭുജമാണ്. അത് 6 സൈഡുള്ള 6 സൈഡും എന്താണ്? റെഗുലർ പോളിഗൺ ആണ് അല്ലേ? 6 സൈഡും അല്ലെങ്കിൽ 6 സൈഡ് വരുന്നതും സമഭുജമാണ്. അങ്ങനെ എല്ലാം എന്തായിരിക്കും? സമഭുജ രൂപങ്ങളായിരിക്കും. അങ്ങനെയുള്ള രൂപങ്ങളുടെ ഒരു സീക്വൻസ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിന് ആദ്യം പറയുന്നത് നമ്പർ ഓഫ് സൈഡ്. ഇതിൻ്റെ സൈഡ് വെച്ച് ആദ്യം ഒരു സീക്വൻസ് എഴുതുക. അതെ, ഒന്നാമത്തേത് സമഭുജ ത്രികോണത്തിന് എത്ര സൈഡുണ്ട്? 3 സൈഡ് അല്ലേ? ആ 3 ആണ് എഴുതിയേക്കുന്നത്. അടുത്ത സ്ക്വയറിന് എത്ര സൈഡുണ്ട്? 4 സൈഡ്.
പെൻറ്റഗണിന് എത്ര സൈഡുണ്ട്? 5 സൈഡ്. അടുത്ത വരുന്ന രൂപത്തിന് 6 സൈഡ്, 7 സൈഡ്, 8 സൈഡ് ഇങ്ങനെ പോകും അല്ലേ. ഇനി സം ഓഫ് ഇന്നർ ആംഗിൾസ്, അകത്തുള്ള ആംഗിൾസ്. ഇന്നർ ആംഗിൾസ് എന്ന് വെച്ചാൽ അകത്തുള്ള ആംഗിൾസിൻ്റെ സം. അകത്തുള്ള ആംഗിൾസ് എന്ന് വെച്ചാൽ അതേ ഇവിടെ നോക്കിയേ, ഇവിടെ എത്ര ആംഗിൾ ഉണ്ട്? 3 ആംഗിൾ ഉണ്ട് അല്ലേ. ഒരു ആംഗിൾ 60 ഡിഗ്രിയാണ്. നമുക്കറിയാം ഒരു ത്രികോണത്തിനകത്തിലെ ആംഗിളുകളുടെ സം, ഇന്നർ ആംഗിളുകളുടെ സം എന്ന് പറയുന്നത് 180 ഡിഗ്രി ആയിരിക്കും. 180 ഡിഗ്രി. അപ്പോൾ നമ്മൾ ഇവിടെ ഹെഡിങ് കൊടുക്കാൻ ട്രയാങ്കിള്, സ്ക്വയർ, പെൻറ്റഗൺ. ഓക്കെ, ട്രയാങ്കിള്, സ്ക്വയർ, പെൻറ്റഗൺ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? സം ഓഫ് ഇന്നർ ആംഗിൾസ്. ഇന്നർ ആംഗിൾസിൻ്റെ സമ്മ് നമുക്കറിയാം എത്രയാണ്? 180 ആണ്. ട്രയാങ്കിളിൻ്റെ ഇന്നർ ആംഗിളിൻ്റെ സം എന്ന് പറയുന്നത് 180 ഡിഗ്രിയാണ്. പഠിച്ചു വെച്ചേക്കുക. ത്രികോണത്തിൻ്റെ അകത്തുള്ള 3 ആംഗിൾസിൻ്റെ സം എന്ന് പറയുന്നത് 180 ആയിരിക്കും. അടുത്ത രൂപം സ്ക്വയർ. സ്ക്വയറിൻ്റെ ഇന്നർ ആംഗിൾസിൻ്റെ രൂപം എത്രയാണ്? സം ഓഫ് ഇന്നർ ആംഗിൾസ് എത്രയാണ് എന്ന് വെച്ചാൽ അകത്തുള്ള ആംഗിൾസിൻ്റെ സം എത്രയാണ്? ഇത് ഇവിടെ നോക്കിയാൽ നമ്മൾ പറഞ്ഞു ഒരു ആംഗിൾ 90 ഡിഗ്രി ആണെങ്കിൽ 4 ആംഗിൾ എത്രയായിരിക്കും? ഒരു ആംഗിൾ 90 ആണ്. ആംഗിൾ എല്ലാം സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം 90 × 4 360 എന്ന് കിട്ടും. അപ്പോൾ സ്ക്വയറിനകത്തിലെ ഇന്നർ ആംഗിൾസിൻ്റെ സം എത്രയാണ്? 360 ഡിഗ്രിയാണ്. സ്ക്വയറിനകത്തിലെ ഇന്നർ ആംഗിൾസിൻ്റെ സം 360 ഡിഗ്രിയാണ്. ഇനി ഇത് കണ്ടുപിടിക്കാൻ എളുപ്പമൊരു വഴി പറയട്ടെ. ഈ സ്ക്വയറിനെ ഉണ്ടല്ലോ, ഈ സ്ക്വയറിനെ നമുക്ക് എത്ര ട്രയാങ്കിൾ ആക്കി കട്ട് ചെയ്യാമെന്ന് ആലോചിച്ച് നോക്കുക. അതെ, ഞാൻ ഈ നടുക്കൂടെ ഒരു വര വരച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇവിടെ 2 ട്രയാങ്കിൾ കിട്ടും. 1, 2 അല്ലേ, 2 ട്രയാങ്കിൾ കിട്ടും. ഒരു ട്രയാങ്കിളിൻ്റെ ഇന്നർ ആംഗിളിൻ്റെ സമ്മ് പഠിച്ചിരിക്കാൻ പറഞ്ഞു. എത്രയാണ്? 180 ആണ്. ഇവിടെ 2 ട്രയാങ്കിൾ കിട്ടുവാണെങ്കിൽ 180 + 180 എത്ര കിട്ടും? 360 എന്ന് കിട്ടും. മനസ്സിലായോ? ഓക്കെ ആണോ? ഇനി എന്ത് ചെയ്യാം? അടുത്ത എന്താ? പെൻറ്റഗൺ അല്ലേ. റെഗുലർ പെൻറ്റഗൺ ആണ് പറഞ്ഞേക്കുന്നത്. റെഗുലർ പെൻറ്റഗൺ. അതേപോലെ നമ്മൾ ഇപ്പം പറഞ്ഞതിൻ്റെ കൂട്ട് ഈ പെൻറ്റഗണിനെ എത്ര ട്രയാങ്കിൾ ആക്കി കട്ട് ചെയ്യാമെന്ന് നോക്കുക. ഇനി ഇത് എത്ര ട്രയാങ്കിൾ ആക്കാം? 1, 2, 3 ട്രയാങ്കിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? കട്ട് ചെയ്യാം. 3 ട്രയാങ്കിളായിട്ട് കട്ട് ചെയ്യാം. എത്ര ട്രയാങ്കിളായിട്ട് കട്ട് ചെയ്യാം? 3 ട്രയാങ്കിളായിട്ട് കട്ട് ചെയ്യാം. അപ്പോൾ ഒരു ട്രയാങ്കിൾ 180 ആണെങ്കിൽ, 180 ആണെങ്കിൽ 3 ട്രയാങ്കിൾ എങ്ങനെ കണ്ടുപിടിക്കും? ഇവിടെ 180 ഡിഗ്രി, ഇവിടെ 180 ഡിഗ്രി, ഇതും 180 ഡിഗ്രി അല്ലേ. അപ്പോൾ 3 180 കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 540 എന്ന് കിട്ടും അല്ലേ. 540 എന്ന് കിട്ടും. കണ്ടോ? അപ്പോൾ എത്ര ട്രയാങ്കിൾ ഉണ്ട്? ഒരു രൂപത്തിനകത്ത് എത്ര ട്രയാങ്കിൾ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ രൂപത്തെ എത്ര ട്രയാങ്കിൾ ആക്കി കൺവേർട്ട് ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ നോക്കുക. എത്ര ട്രയാങ്കിൾ ആക്കി മാറ്റാൻ പറ്റും? അപ്പോൾ ഒരു ട്രയാങ്കിളിൻ്റെ ഇന്നർ ആംഗിൾ 180 ആണെങ്കിൽ, 3 ട്രയാങ്കിൾ ആണെങ്കിൽ 180 × 3. ഇനി 4 ട്രയാങ്കിളായിട്ടാണ് കട്ട് ചെയ്യാൻ പറ്റുന്നതെങ്കിൽ 4 × 180 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇന്നർ ആംഗിളിൻ്റെ സമ്മ് കണ്ടുപിടിക്കാം. ഇല്ലെങ്കിൽ വേറൊരു ഇക്വേഷൻ ഉണ്ട്, പഠിച്ചു വെച്ചേക്കുക. n - 2 × 180. n - 2 × 180. n - 2 × 180 എന്തിനാ? സം ഓഫ് ഇന്നർ ആംഗിൾസ് കണ്ടുപിടിക്കാനുള്ളത്. സം ഓഫ് ഇന്നർ ആംഗിൾസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. അപ്പോൾ സം ഓഫ് ഇന്നർ ആംഗിൾസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? സം ഓഫ് ഇന്നർ ആംഗിൾസിൻ്റെ സം കണ്ടുപിടിക്കാൻ അല്ലേ. ഇന്നർ ആംഗിൾസിൻ്റെ സം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് n - 2 × 180 ആണ്. n - 2 × 180. നോക്കിയേ, ഓരോ രൂപങ്ങളും നോക്കാം. ആദ്യം ട്രയാങ്കിൾ അല്ലേ. ആദ്യം ട്രയാങ്കിൾ. എന്താ ട്രയാങ്കിളിനകത്തിലെ n എന്ന് പറയുന്നത് നമ്പർ ഓഫ് സൈഡ്സ് ആണ്. നമ്പർ ഓഫ് സൈഡ്സ് തന്നെയായിരിക്കും അവിടെ ആംഗിൾസിൻ്റെ എണ്ണവും. ഏത് രൂപമായാലും അവിടുത്തെ നമ്പർ ഓഫ് സൈഡ്സ്, എത്ര വശങ്ങളുണ്ട് അതനുസരിച്ചായിരിക്കും അവിടെ ആംഗിൾസും ഉണ്ടാകുന്നത്. ഇവിടെ നോക്കിയേ, ട്രയാങ്കിളിന് എത്ര വശമുണ്ട്? 3 വശമുണ്ട് അല്ലേ. എന്ന് വെച്ചാൽ ഇവിടുത്തെ n എന്ന് പറയുന്നത് എത്രയാണ്? 3 ആണ്. n എന്ന് പറയുന്നത് 3 ആണ്. അതായത് 3 ആംഗിൾസ് കാണും. 3 വശമുണ്ടെങ്കിൽ 3 ആംഗിൾസും കാണും അല്ലേ. അങ്ങനെയാണെങ്കിൽ സം ഓഫ് ഇന്നർ ആംഗിൾസ് നോക്കിയേ, എന്നിൻ്റെ അവിടെ 3 - 2 × 180 അല്ലേ. 3 - 2 × 180. 3 - 2 എന്ന് പറയുന്നത് 1 ആണ്. 1 × 180 = 180 എന്ന് കിട്ടി. മനസ്സിലായോ? ഇനി അടുത്ത സ്ക്വയർ എടുത്ത് നോക്കിയേ. സ്ക്വയർ അല്ലേ, അവിടെ എത്ര വശമുണ്ട്? 4 വശമുണ്ട്. n എന്ന് പറയുന്നത് 4 ഉണ്ട്. അതായത് 4 ആംഗിൾസും അവിടെ എന്തുണ്ട്? 4 ആംഗിൾസും ഉണ്ട് അല്ലേ. അങ്ങനെയാണെങ്കിൽ 4 ആംഗിളും കൂടെ കൂട്ടുന്നത് എത്ര ഡിഗ്രി ആണെന്ന് നമുക്ക് കിട്ടും. ദേ നോക്കി, ഇക്വേഷനകത്തിലോട്ട് ഇട്ട് കൊടുക്കണം. 4 - 2 × 180. 4 - 2 എന്ന് പറയുന്നത് 2 ആണ്. 2 × 180 = 360 ഡിഗ്രി.
മനസ്സിലായോ? അടുത്ത രൂപം നമ്മൾ പറഞ്ഞു പെൻറ്റഗൺ അല്ലേ? അടുത്ത രൂപം നമ്മൾ പറഞ്ഞു പെൻറ്റഗണിന് എത്ര സൈഡുണ്ട്? 5 സൈഡുണ്ട് അല്ലേ? n എന്ന് പറയുന്നത് 5 സൈഡുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം ഇവിടെ എത്ര ആംഗിൾസ് കാണും? 5 ആംഗിൾസ് കാണും അല്ലേ? അപ്പോൾ n എന്ന് പറയുന്നത് 5 ആണെങ്കിൽ 5 മൈനസ് 2 ഇൻറ്റു 180, 5 മൈനസ് 2 എന്ന് പറയുന്നത് 3 എന്ന് കിട്ടും. 3 ഇൻറ്റു 180 540 എന്ന് കിട്ടും. 540. ഓക്കെ ആണോ പറഞ്ഞത്? ഇത്രയും പറഞ്ഞാൽ മനസ്സിലായോ? അപ്പോൾ ഇവിടെ 3 ആംഗിളുണ്ട്. ത്രികോണത്തിനകത്ത് 3 ആംഗിൾ ഉണ്ടെങ്കിൽ ആ 3 ആംഗിളും കൂടെ കൂട്ടുന്നത് 180 ആയിരിക്കും. അടുത്ത റെക്റ്റാങ്കിളിനകത്ത് അല്ലെങ്കിൽ സ്ക്വയറിനകത്ത് 4 ആംഗിൾ ഉണ്ടെങ്കിൽ ആ 4 ആംഗിളും കൂടെ കൂട്ടുന്നത് 360 ആയിരിക്കും. അടുത്ത പെൻറ്റഗൺ ഉണ്ടെങ്കിൽ ആ 5 പെൻറ്റഗണും കൂടെ അല്ലെങ്കിൽ ആ പെൻറ്റഗണിൻ്റെ 5 ആംഗിളും കൂടെ കൂട്ടുന്നത് എത്രയായിരിക്കും? 540 ആയിരിക്കും. മനസ്സിലായല്ലോ? അങ്ങനെയാണെങ്കിൽ ഇതിൽ നിന്നും ഒരു ആംഗിൾ കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യും? ഇതൊരു സമഭുജ ത്രികോണമാണെന്ന് വിചാരിച്ചു. ത്രികോണത്തിനകത്ത് എത്ര ആംഗിളുണ്ട്? 3 ആംഗിളുണ്ട് അല്ലേ? സമഭുജ ത്രികോണം അല്ലെങ്കിൽ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആയാൽ 3 ആംഗിളിൻ്റെ പ്രത്യേകത എന്താ? 3 ആംഗിളും എന്തായിരിക്കും? സെയിം ആയിരിക്കും. 3 ആംഗിളും തുല്യമായിരിക്കും. 3 ആംഗിളും തുല്യമായിട്ടുള്ള ട്രയാങ്കിളിനെയാണ് സമഭുജ ത്രികോണം എന്ന് വിളിക്കുന്നത് അല്ലേ? അല്ലെങ്കിൽ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമ്മൾ പഠിച്ചു ട്രയാങ്കിളിനകത്തിലെ 3 ആംഗിളും കൂടെ കൂട്ടുന്നത് 180 ഡിഗ്രി ആണെന്ന് പഠിച്ചു അല്ലേ? 180 ഡിഗ്രി ആണെന്ന് പഠിച്ചു. അങ്ങനെയാണെങ്കിൽ ഒരു ആംഗിൾ കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യണം അല്ലേ? 180നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് 60 എന്ന ആൻസർ കിട്ടും. അപ്പോൾ ഒരു സമഭുജ ത്രികോണത്തിലെ ഒരു ആംഗിൾ എന്ന് പറയുന്നത് എത്രയാണ്? 60 ഡിഗ്രി. ഈ 180 കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? ഒന്നും കൂടെ ഒന്ന് പറഞ്ഞു നോക്കിയേ. n-2 ഇൻറ്റു 180, n-2 ഇൻറ്റു 180. ഇതാണ് ഒരു രൂപത്തിനകത്തിലെ സം ഓഫ് ഇൻറ്റേർണൽ ആംഗിൾസ്, ആകെത്തുക. ഇൻറ്റേർണൽ ആംഗിൾസിൻ്റെ അകത്തുള്ള ആംഗിൾസിൻ്റെ ആകെത്തുക കാണാനുള്ള ഇക്വേഷനാണ് n-2 ഇൻറ്റു 180. അതിനെ വീണ്ടും നമ്പർ ഓഫ് സൈഡ്സ് അല്ലെങ്കിൽ നമ്പർ ഓഫ് കോൺസ് വീണ്ടും n കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഒരു ആംഗിൾ കിട്ടും അല്ലേ? ഒരു ആംഗിൾ. മനസ്സിലായോ പറഞ്ഞത്? മനസ്സിലായോ? മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ നീ സ്ക്വയറിൻ്റെ കേസ് നോക്കി. നമ്മൾ പറഞ്ഞു സ്ക്വയറിൻ്റെ കേസ് അല്ലേ? ക്വാർട്ടർലാറ്ററൽ 4 സൈഡുള്ളതിൻ്റെ സം ഓഫ് ഇൻറ്റേർണൽ ആംഗിൾസ് എന്ന് പറയുന്നത് n-2 ഇൻറ്റു 180 എന്ന് പറയുന്നത് എത്ര നമ്മൾ പറഞ്ഞു? 360 എന്ന് പറഞ്ഞു അല്ലേ? 360. അങ്ങനെയാണെങ്കിൽ ഇതൊരു സ്ക്വയർ ആണെങ്കിൽ നമ്മൾ എന്ത് പറയും? ഇതൊരു സമചതുരമാണെങ്കിൽ നമ്മൾ പറയും ഇതിനകത്തിലെ 4 ആംഗിൾസും എന്തായിരിക്കും? സെയിം ആയിരിക്കും. 4 ആംഗിൾസും സെയിം ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ 4 ആംഗിളും കൂടെ കൂട്ടുന്ന 360 ആണെങ്കിൽ ഒരു ആംഗിൾ കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? 360 ഡിവൈഡ് ബൈ 4 ചെയ്യണം. അതായത് ഡിവൈഡഡ് ബൈ n ചെയ്യണം. ആൻസർ എത്രയായിട്ട് നമുക്ക് 90 എന്ന് കിട്ടും. അപ്പം 2 ഇക്വേഷൻ പഠിച്ചോ. ഒന്നാമത്തെ ഇക്വേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സം ഓഫ് ഇൻറ്റേർണൽ ആംഗിൾസ് കണ്ടുപിടിക്കാൻ n-2 ഇൻറ്റു 180. അടുത്തൊരു ഇക്വേഷനാണ് ഇപ്പം നമ്മൾ പറയുന്നത്. എന്താണിത്? ഇനി ഇതെല്ലാം ഇക്വിലാറ്ററൽ ആണെങ്കിൽ നോക്കി, ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ, സ്ക്വയർ, റെഗുലർ പെൻറ്റഗൺ, റെഗുലർ പോളിഗൺ, ഇതൊക്കെ എന്തായിരിക്കും? സമഭുജങ്ങളായിരിക്കണം, തുല്യമായതാണെങ്കിൽ അവിടുത്തെ ഒരു ആംഗിൾ കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? n-2 ഇൻറ്റു 180 ഡിവൈഡഡ് ബൈ n ചെയ്യണം. മനസ്സിലായോ? 2 കാര്യം പറഞ്ഞാൽ മനസ്സിലായല്ലോ? ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് പഴയ ക്വസ്റ്റ്യനിലേക്കൊന്ന് പോകാം. ക്വസ്റ്റ്യൻ നോക്കിയേ. ഇവിടെ എന്തൊക്കെയാണ് നമ്മൾ ചെയ്തത്? ഇവിടെ നമ്മൾ സം ഓഫ് ഇൻറ്റേർണൽ ആംഗിൾസ് കണ്ടുപിടിച്ചു അല്ലേ? ഏതാ ഇക്വേഷൻ? n-2 ഇൻറ്റു 180 ഉപയോഗിച്ച് സം ഓഫ് ഇൻറ്റേർണൽ ആംഗിൾസ് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? അടുത്ത ക്വസ്റ്റ്യൻ എന്തായിരുന്നു? സം ഓഫ് ഔട്ടർ ആംഗിൾസ്. ഇത് പഠിച്ചു വെച്ചേക്കുക. ഏതൊരു രൂപത്തിൻ്റെയും ഔട്ടർ ആംഗിളിൻ്റെ സം എന്ന് പറയുന്നത് 360 ആയിരിക്കും. ഇനി എന്താണ് ഈ ഔട്ടർ ആംഗിൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങോട്ട് നോക്കിക്കോ. ഔട്ടർ ആംഗിൾ പറഞ്ഞുതരാം. ഇത് നോക്കി, ഒരു ട്രയാങ്കിൾ, ഇതൊരു ട്രയാങ്കിൾ ആണല്ലേ? ഇതിൻ്റെ ഇൻറ്റേർണൽ ആംഗിൾ എന്ന് വെച്ചാൽ അകത്തുള്ള ആംഗിൾ. ഇതാണ് അകത്തുള്ള ആംഗിൾ. അപ്പോൾ ഇതിനൊരു ഒരു എക്സ്റ്റേണൽ ആംഗിളാണ്. ഒരു ബാഹ്യ കോൺ കാണും. ഏതാ ബാഹ്യ കോൺ? ഈ സൈഡിനെ ഞാൻ ഇങ്ങോട്ട് നീട്ടി വരയ്ക്കുന്നു. അതേപോലെ ഈ സൈഡിനെ അങ്ങോട്ട് നീട്ടി വരയ്ക്കുന്നു, ഇതിനെ ഇങ്ങോട്ട് നീട്ടി വരയ്ക്കുന്നു. കണ്ടോ? ഇത് അകത്തുള്ള കോണാണെങ്കിൽ ഈ കോണിന് പുറത്തൊരു കോണുണ്ട്. അതാണ് ഇത്. കണ്ടോ? ഇവിടെയും ഇതേപോലൊരു കോണുണ്ടാവും, ഇവിടെയും ഇതേപോലൊരു കോണുണ്ടാവും. ഇനി സ്ക്വയറിൻ്റെ കേസ് എടുത്താലും ഇതേപോലെ ഇങ്ങനെ നീട്ടി വരയ്ക്കുകയാണെങ്കിൽ എല്ലാത്തിൻ്റെയും പുറത്തായിട്ടൊരു കോണും കൂടെ ഉണ്ടായിരിക്കും. ഈ കോൺ കണ്ടോ? അങ്ങനെ ഏത് രൂപം എടുത്താലും ഒരു ഇൻറ്റേർണൽ കോൺ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ എന്താണ്? ഒരു ബാഹ്യ കോൺ കാണും, ഒരു എക്സ്റ്റേണൽ കോൺ കാണും. ഇനി ഇതിൻ്റെ എല്ലാം കൂടെ പ്രത്യേകത എന്താണെന്നറിയോ? ഏത് രൂപമായിക്കോട്ടെ, 3 വശമുള്ളതായാലും 4 വശമുള്ളതായാലും 5 വശമുള്ളതായാലും ഏത് വശങ്ങളായാലും ഇവിടുത്തെ ബാഹ്യ കോണിൻ്റെ സം എന്ന് പറയുന്നത് 360 ആയിരിക്കും. ബാഹ്യ കോണിൻ്റെ സം എന്ന് പറയുന്നത് എത്രയായിരിക്കും? 360 ഡിഗ്രി ആയിരിക്കും. 360 ഡിഗ്രി. അത് പഠിച്ചു വെച്ചേക്കുക. ഏത് രൂപമായാലും ബാഹ്യ കോണിൻ്റെ സം എന്ന് പറയുന്നത്
പറയുന്നത് 360 ഡിഗ്രി ആയിരിക്കും. നോക്കി, ഇതൊരു ട്രയാങ്കിൾ ആണെങ്കിൽ ഇതിൻ്റെ ബാഹ്യകോൺ എന്ന് പറയുന്നത് 360 ഡിഗ്രി ആയിരിക്കും. എന്ന് വെച്ചാൽ ഈ ബാഹ്യകോണിന് ഞാൻ എ എന്നും ഇതിന് ബി എന്നും സി എന്നും കൊടുത്താൽ എ പ്ലസ് ബി പ്ലസ് സി ഇത് മൂന്നും കൂടെ കൂട്ടുന്ന എത്രയായിരിക്കും എനിക്ക് കിട്ടുന്നത്? 360 ഡിഗ്രി ആയിരിക്കും. 360. അതേപോലെ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ എ ബി സി ഡി നമുക്ക് പറയാം എയും ബിയും സിയും ഡിയും കൂടെ കൂട്ടുന്ന എത്ര കിട്ടും? നമുക്ക് 360 ഡിഗ്രി കിട്ടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായോ പറഞ്ഞത്? അങ്ങനെയാണെങ്കിൽ എൻ്റെ ഒരു ചോദ്യം, ഇതൊരു ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആണെന്ന് വിചാരിക്കുക. ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആണെങ്കിൽ ഇൻറ്റേർണൽ കോൺസ് എല്ലാം എന്തായിരിക്കും? തുല്യമായിരിക്കും അല്ലേ? ഇൻറ്റേർണൽ കോൺസ് എല്ലാം എത്രയായിരിക്കും? തുല്യമായിരിക്കും. അത് ഓരോന്നും 60 ഡിഗ്രി ആയിരിക്കും. നമുക്കറിയാം ഒരു സ്ട്രേറ്റ് ലൈനകത്തിലെ ആംഗിൾ എന്ന് പറയുന്നത് 180 ആയിരിക്കും. ഒരു സ്ട്രേറ്റ് ലൈനകത്തിലെ ആംഗിൾ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 180. ഒരു സ്ട്രേറ്റ് ലൈൻ വരച്ചിട്ട് നമ്മൾ ഇതിനകത്തിലെ ആംഗിൾ നോക്കിക്കഴിഞ്ഞാൽ എത്രയായിരിക്കും? അത് 180 ഡിഗ്രി ആയിരിക്കും. എന്ന് വെച്ചാൽ ഈ പോയിന്റിൽ നിന്നും എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും ബി വരെയുള്ള ആംഗിൾ എന്ന് പറയുന്നത്, ഇത് ബി ആണെങ്കിൽ ബി വരെയുള്ള ആംഗിൾ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇതൊരു സ്ട്രെയിറ്റ് ലൈനാണ്, കണ്ടോ? ഇതൊരു സ്ട്രെയിറ്റ് ലൈനാണ്. ഇവിടുന്ന് അങ്ങോട്ട് ചരിഞ്ഞിട്ട് ഇവിടെ ഒരു 60 ഡിഗ്രി ഉണ്ട്. ഇതൊരു 60 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള കോണായിരിക്കും എ എന്ന് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തേക്കുന്നത് അല്ലേ? ഇത് 60 ആണെങ്കിൽ നമ്മൾ പറഞ്ഞു ഒരു സ്ട്രെയിറ്റ് ലൈനകത്തിലെ മൊത്തം ആംഗിൾ 180 ആണെങ്കിൽ ആ 180-ൽ ഇവിടെ 60 ഉണ്ടെങ്കിൽ ബാക്കി 120 എന്ന് പറയുന്നത് ഏതായിരിക്കും? എ എന്ന് പറയുന്ന ആംഗിൾ ആയിരിക്കും 120. മനസ്സിലായോ പറഞ്ഞത്? അപ്പോൾ ഇത് 120 എന്ന് കിട്ടി. അതേപോലെ ഇവിടെയും എത്ര കിട്ടും? 120 കിട്ടും. ഇവിടെയും എത്ര കിട്ടും? 120 കിട്ടും. അപ്പം കണ്ടോ, എന്താ പറഞ്ഞേക്കുന്നത്? ഇക്വലാറ്ററൽ അല്ല, ഏത് റെഗുലർ പോളിഗണായാലും എന്ന് വെച്ചാൽ ആംഗിൾസ്, ഇൻറ്റേർണൽ ആംഗിൾസ് ഈക്വലായിട്ട് വരുന്ന ഏതൊരു രൂപമായാലും അതിൻ്റെ ബാഹ്യകോണിൻ്റെ സമ്മ് 360 ആണെന്ന് നമ്മൾ പഠിച്ചു. അതിൽ ഓരോ കോണും തുല്യമായിരിക്കും. ഇവിടെ ടോട്ടൽ 360 ഉണ്ട് അല്ലേ? ഈ എയും ബിയും സിയും കൂടെ കൂട്ടുന്ന എത്ര ആണെന്ന് പറഞ്ഞു? 360 ഉണ്ട്. ഇനി ഇത് ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആണെങ്കിൽ അതിൽ ഒരു കോൺ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഡിവൈഡഡ് ബൈ 3 ചെയ്താൽ മതി. അല്ലെങ്കിൽ നമുക്ക് ആ 3ക്ക് പകരം എന്തെന്ന് പറയാം? നമ്പർ ഓഫ് സൈഡ് അല്ലെങ്കിൽ നമ്പർ ഓഫ് ആംഗിൾസ് ചെയ്താൽ മതി. 360 ഡിവൈഡ് ബൈ n. മനസ്സിലായോ? ഒരു ബാഹ്യകോൺ കിട്ടണമെങ്കിൽ അത് പ്രത്യേകം എന്തുവാ? റെഗുലർ ഈക്വൽ ആയിരിക്കണം, റെഗുലർ പോളിഗൺ ആയിരിക്കണം. റെഗുലർ പോളിഗണാത്തി ഒരു ബാഹ്യകോൺ കാണാൻ എന്ത് ചെയ്താൽ മതി? ആകെ ബാഹ്യകോണിനെ നമ്പർ ഓഫ് കോൺ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ത്രികോണത്തിനകത്ത് 3 കോൺ വരും, സ്ക്വയറിനകത്ത് 4 കോൺ വരും, പെൻറ്റഗണിനകത്ത് 5 കോൺ വരും അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓരോന്നിൻ്റെയും കണ്ടുപിടിക്കാം. ഓരോന്നിൻ്റെയും കണ്ടുപിടിക്കാം അല്ലേ? ത്രികോണത്തിന് എത്ര ആംഗിൾ ഉണ്ട്? 3 ആംഗിൾ ഉണ്ടല്ലേ? ബാഹ്യകോണ് 3 ഉണ്ട്, ഇൻറ്റേർണൽ ആംഗിൾസ് 3 ഉണ്ട്. അപ്പോൾ 3 ബാഹ്യകോണുണ്ട്. ഈ 3 ബാഹ്യകോണും കൂടെ കൂട്ടുന്നത് 360 ആണ്. ട്രയാങ്കിൾ ആണ് പറയുന്നത്, ട്രയാങ്കിൾ. 3 ആംഗിൾ ഉണ്ട്, 3 ആംഗിളും കൂടെ കൂട്ടുന്ന 360 ആണെങ്കിൽ ഒരു ആംഗിൾ കാണാൻ 360 ഡിവൈഡഡ് ബൈ n അല്ലേ? n എന്ന് പറയുന്നത് എത്ര? 3. 360 ഡിവൈഡ് ബൈ 3 എത്ര കിട്ടും? നമുക്ക് 120 എന്ന് കിട്ടും. ഓക്കെ, ഇനി അടുത്ത സ്ക്വയറിൻ്റെ കേസ് പറയുകയാണെങ്കിൽ അവിടെ എത്ര ബാഹ്യകോണുണ്ട്? 4 ബാഹ്യകോണുണ്ട്. ഈ 4 ബാഹ്യകോണും കൂടെ കൂട്ടുന്നത് 360 ഡിഗ്രിയാണ്. ഇനി സ്ക്വയർ ആകുമ്പോൾ 4 ആംഗിളും ഈക്വൽ ആയതുകൊണ്ട് നമുക്ക് പറയാം 360 ഡിവൈഡഡ് ബൈ n. ഇവിടെ n എന്ന് പറയുന്നത് എത്ര സൈഡായിരിക്കും? 4 സൈഡ്. അതുകൊണ്ട് 4 എന്ന് എഴുതാം. 360 ഡിവൈഡ് ബൈ 4 എത്ര കിട്ടും? 90 എന്ന് കിട്ടും. 90. ഇനി അടുത്തത് പെൻറ്റഗൺ എടുക്കുന്നു. പെൻറ്റഗണിന് എത്ര ആംഗിൾ ഉണ്ട്? 5 ആംഗിൾ ഉണ്ടല്ലേ? 5 ബാഹ്യ ആംഗിൾ ഉണ്ട്. ഈ 5 ആംഗിളും കൂടെ കൂട്ടുന്നത് 360. നമ്മൾ പറഞ്ഞു ഏത് രൂപമായിക്കോട്ടെ അതിൻ്റെ ബാഹ്യകോണിൻ്റെ സം എന്ന് പറയുന്നത് 360 ആണ്. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ ഒരു കോൺ കാണാൻ എന്ത് ചെയ്യണം? 360 ഡിവൈഡ് ബൈ 5 ചെയ്യണം അല്ലേ? 360 ഡിവൈഡ് ബൈ 5 ചെയ്യണം. 360 ഡിവൈഡ് ബൈ 5 എത്ര കിട്ടും? 72 ഡിഗ്രി എന്ന് കിട്ടും. 72 ഡിഗ്രി. മനസ്സിലായോ? ഓക്കെ, ഇനി ക്വസ്റ്റ്യനിനകത്തിലേക്ക് തിരിച്ചു പോവാം. ഇതേ നോക്കിയേ, അപ്പം പറഞ്ഞു സം ഓഫ് ഔട്ടർ ആംഗിൾ എത്ര? 360 ഡിഗ്രിയാണെന്ന് നമ്മൾ പഠിച്ചു. ഏതൊരു രൂപമായിക്കോട്ടെ, ഏത് വശമുള്ള രൂപമായിക്കോട്ടെ അതിൻ്റെ സം ഓഫ് ഔട്ടർ ആംഗിൾ എന്ന് പറയുന്നത് 360 ഡിഗ്രി ആയിരിക്കും. ഇനി നോക്കിയേ, ഒരു ഇന്നർ ആംഗിളിൻ്റെ വാല്യൂ എന്താണ്? ഒരു ഇന്നർ ആംഗിൾ നോക്കിയേ, നമ്മൾ കണ്ടുപിടിച്ച് വെച്ചു. ഒരു ഇന്നർ ആംഗിൾ സം ഓഫ് ഇന്നർ ആംഗിൾസ് n-2/180 ആണെങ്കിൽ n-2/180 ആണെങ്കിൽ അതിൻ്റെ ഒരു ആംഗിൾ കാണാൻ ഡിവൈഡഡ് ബൈ n ചെയ്താൽ മതി.
മനസ്സിലായോ? ത്രികോണമാണെങ്കിൽ എന്ത് ചെയ്യും? 60 കിട്ടും. ഇനി ഇതാണെങ്കിൽ എന്ത് ചെയ്യും? 90 കിട്ടും. അങ്ങനെയാണെങ്കിൽ ഇതേ നോക്കിയേ, ഇവിടെ സം ഓഫ് ഇന്നർ ആംഗിൾസ് 180 കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് അല്ലേ? അങ്ങനെയാണെങ്കിൽ അതിൽ ഒരു ആംഗിൾ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 180 ഡിവൈഡഡ് ബൈ, ത്രികോണത്തിന് എത്ര സൈഡുണ്ട്? 3 സൈഡുണ്ട് അല്ലേ? 180 ഡിവൈഡഡ് ബൈ 3, ആൻസർ 60 എന്ന് കിട്ടും. 60. ഇനി അടുത്ത് നോക്കിയാൽ സ്ക്വയർ സം ഓഫ് ഇൻറ്റേർണൽ ആംഗിൾസ് എന്ന് വെച്ചാൽ 360 ആണ്. 360 ഡിവൈഡ് ബൈ n, 360 ഡിവൈഡ് ബൈ n എത്ര കിട്ടും? നമുക്ക് 90 എന്ന് കിട്ടും. n ഇവിടെ എത്ര? 4. n എന്ന് പറയുന്നത് 4. അതേപോലെ 540 സം ഓഫ് ഇൻറ്റേർണൽ ആംഗിൾസ്, അകത്തെ കോണുകളുടെ അളവെന്ന് പറയുന്നത് 540 ആണ്. അങ്ങനെയാണെങ്കിൽ ഒരു ആംഗിൾ കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? 540 ഡിവൈഡ് ബൈ, പെൻറ്റഗൺ ആകുമ്പോൾ 5 ആംഗിൾ കാണും. 540 ഡിവൈഡ് ബൈ 5 108 എന്ന് വരും. 108 കണ്ടോ? അങ്ങനെ സം ഓഫ് ഇൻറ്റേർണൽ ആംഗിൾസ് എന്ന് പറയുന്നത് 60 ഇന്നർ ആംഗിൾ, ഒരു ഇന്നർ ആംഗിൾ എന്ന് പറയുന്നത് 60 40 108 എന്നിങ്ങനെ പോകും. മനസ്സിലായോ പറഞ്ഞത്? ഇനി ഔട്ടർ ആംഗിൾ, ഒരു ഔട്ടർ ആംഗിൾ ആണെങ്കിലോ, അതേ ഒരു ഔട്ടർ ആംഗിൾ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഓരോ ഔട്ടർ ആംഗിൾ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചു അല്ലേ? ത്രികോണത്തിൻ്റെ ഒരു ഔട്ടർ ആംഗിൾ എന്ന് പറയുന്നത് 120 ആണ്. സ്ക്വയറിൻ്റെ ഒരു ഔട്ടർ ആംഗിൾ എന്ന് പറയുന്നത് 90 ആണ്. പെൻറ്റഗണിൻ്റെ ഒരു ഔട്ടർ ആംഗിൾ എന്ന് പറയുന്നത് 72 ആണ്. കണ്ടോ എങ്ങനെ ഔട്ടർ ആംഗിൾ കണ്ടുപിടിച്ചത്? സം ഓഫ് ഔട്ടർ ആംഗിൾ 360 ആണ്. അതിനെ എത്ര? n കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഇത്രയും പഠിച്ചല്ലോ. മനസ്സിലായല്ലോ? ഇത് ചെയ്യുന്ന രീതി മനസ്സിലായല്ലോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയേ. റൈറ്റ് ദ സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് വിച്ച് ലീവ്സ് റിമൈൻഡർ 1 ഓൺ ഡിവിഷൻ ബൈ 3 ആൻഡ് ദ സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് വിച്ച് ലീവ് റിമൈൻഡർ 2 ഓൺ ഡിവിഷൻ ബൈ 3. എന്താ പറഞ്ഞേക്കുന്നത്? റൈറ്റ് ദ സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സിൻ്റെ ഒരു പാറ്റേൺ എഴുതുക, ഒരു സീക്വൻസ് എഴുതുക. അതിനൊരു പ്രത്യേകത അവർ പറയുന്നുണ്ട്. ഏത് സീക്വൻസിനും ഒരു പ്രത്യേകത, ഒരു റൂൾ ഉണ്ടെന്ന് നമ്മൾ പഠിച്ചു അല്ലേ? സീക്വൻസ് എന്ന് വെച്ചാൽ ഒരു കൂട്ടം സംഖ്യകൾ 1 2 3 ക്രമത്തിൽ എഴുതുന്നു. അതിനൊരു റൂൾ ഉണ്ടായിരിക്കും അല്ലേ? ഇവിടെയും റൂൾ പറയുന്നുണ്ട്. എന്താ? ലീവ് റിമൈൻഡർ 1 ഓൺ ഡിവിഷൻ ബൈ 3. അതിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ എത്ര കിട്ടണം? 1 കിട്ടണം. റിമൈൻഡർ 1 കിട്ടുന്ന സീക്വൻസ് എഴുതാനെന്നാണ് പറഞ്ഞേക്കുന്നത്. അത് നാച്ചുറൽ നമ്പറിൻ്റെ സീക്വൻസ് എഴുതണ്ട അല്ലേ? നമുക്ക് ആദ്യം വെറുതെ നാച്ചുറൽ നമ്പറിൻ്റെ സീക്വൻസ് ഒന്ന് എഴുതി നോക്കിയേ. 1 2 3 4 5 6 7 8 9 10 11 12 ഇങ്ങനെ അങ്ങോട്ട് പോകും അല്ലേ? ഇതാണ് നാച്ചുറൽ നമ്പറിൻ്റെ സീക്വൻസ്. ഈ നാച്ചുറൽ നമ്പറിൽ നിന്നും നമുക്ക് എന്ത് ചെയ്യണം? ഈ നാച്ചുറൽ നമ്പറിനെ 3 കൊണ്ട്, ഇതിലെ ഓരോ നമ്പറിനെയും 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 1 വരുന്ന ഒരു സീക്വൻസ് ആദ്യം എഴുതണം. റിമൈൻഡർ എന്ത് വരണം? റിമൈൻഡർ 1 വരുന്ന ഒരു സീക്വൻസ് ആദ്യം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ? 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ, ഡിവൈഡഡ് ബൈ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 1 വരുന്ന നാച്ചുറൽ നമ്പറിൻ്റെ സീക്വൻസ് ആദ്യം എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, എഴുതാം. നോക്കേ, 1നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ എത്ര ആയിരിക്കും? 1നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ ഇതേ നോക്കിയേ, 1 ഡിവൈഡഡ് ബൈ 3 അല്ലേ? 1നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അന്നേരം നമ്മൾ 0 കൊണ്ട് ഇൻറ്റു ചെയ്യുന്നു. 0 × 3 0. റിമൈൻഡർ എത്രയായിട്ട് കിട്ടും? 1 ആയിട്ട് കിട്ടും. അപ്പോൾ റിമൈൻഡർ 1 വരുന്ന ആദ്യത്തെ നമ്പർ ഏതായിരിക്കും? 1. മനസ്സിലായോ? 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1 കിട്ടുന്ന റിമൈൻഡർ 1. ഇനി തൊട്ടടുത്ത നമ്പറായ 2നെ ഒന്ന്, അപ്പോൾ റിമൈൻഡർ 1 കിട്ടണം. അടുത്തൊരു സീക്വൻസ് എന്ന് വെച്ചാൽ എന്താണ്? റിമൈൻഡർ 2 കിട്ടണം. അതേ നോക്കിയാൽ റിമൈൻഡർ 2 കിട്ടണം ഓൺ ഡിവിഷൻ ബൈ 3. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 2 കിട്ടണം. അങ്ങനെയുള്ള 2 സീക്വൻസ് എഴുതാനാണ് പറഞ്ഞേക്കുന്നത് അല്ലേ? റിമൈൻഡർ 1 കിട്ടുന്ന എഴുതണം, റിമൈൻഡർ 2 കിട്ടുന്ന എഴുതണം. അപ്പോൾ എന്ത്? തൊട്ടടുത്ത നമ്പറിനെ ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്കിയേ. 3 ഡിവൈഡഡ് ബൈ 2 ചെയ്യാൻ പറ്റുമോ? ഇല്ല. നമ്മൾ 0 കൊണ്ട് ഇൻറ്റു ചെയ്യുന്നു. 0 × 3 0. റിമൈൻഡർ എത്ര കിട്ടും? 2. അപ്പം റിമൈൻഡർ 2 കിട്ടുന്നതിനകത്തിൽ ആദ്യത്തെ നമ്പർ ആരാ? 2 ആണ്. ഓക്കെ, ഇനി അടുത്ത നമ്പറായ 3 എടുക്കുന്നു. 3 ഡിവൈഡ് ബൈ 3 എത്ര ആൻസർ കിട്ടും? 1 അല്ലേ? 3നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 1 എന്ന ആൻസർ കിട്ടും. അതുകൊണ്ട് അത് നമുക്ക് എടുക്കണ്ട. റിമൈൻഡർ അവിടെ ഒന്നും കിട്ടത്തില്ല, 0 കിട്ടത്തുള്ളൂ. അടുത്ത നമ്പർ എടുക്കുന്നു 4 ഡിവൈഡഡ് ബൈ 3. എത്ര പ്രാവശ്യം ഡിവൈഡ് ചെയ്യാൻ പറ്റും നമുക്ക്? ഒരു തവണ അല്ലേ? 1 × 3 3. റിമൈൻഡർ ആരെ കിട്ടും? 1 കിട്ടും. റിമൈൻഡർ 1 കിട്ടും. അപ്പോൾ റിമൈൻഡർ 1 കിട്ടുന്ന അടുത്ത ആളെന്ന് പറയുന്നത് ആരായിരിക്കും? 4. ഇനി അടുത്ത ആൾ നോക്കിയാൽ 5 ഡിവൈഡഡ് ബൈ 3 എത്ര? ഒരു തവണ അല്ലേ? 3. ബാലൻസ് എത്ര കിട്ടും? റിമൈൻഡർ 2 കിട്ടും. ബാലൻസ് എത്ര? ശിഷ്ടം എത്ര കിട്ടും? 2 കിട്ടും. അപ്പോൾ ശിഷ്ടം 2 കിട്ടുന്ന അടുത്ത ആളെ കിട്ടി നമുക്ക് 5.
ഇനി അടുത്ത നമ്പർ ഒന്ന് ചെക്ക് ചെയ്തോ. 6 ഡിവൈഡഡ് ബൈ 3 നമുക്കറിയാം 2 കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ 6 കിട്ടും അല്ലേ. 2 × 3 6 കിട്ടും. ഇവിടുത്തെ റിമൈൻഡർ ശിഷ്ടം എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ അത് കൺസിഡർ ചെയ്യേണ്ട. അടുത്ത നമ്പറായ 7 എടുത്ത് നോക്കി. 7 ഡിവൈഡഡ് ബൈ 3 7 ഡിവൈഡഡ് ബൈ 3 എത്ര പ്രാവശ്യം ചെയ്യാം? നമുക്ക് 2 തവണ ചെയ്യാം. 2 × 3 6. റിമൈൻഡർ ശിഷ്ടം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ബാലൻസ് എന്ന് പറയുന്നത് എത്രയാ? 1 ആണ്. അപ്പം ശിഷ്ടം 1 വരുന്ന അടുത്ത നമ്പർ എന്ന് പറയുന്നത് 7 ആണ്. ഇനി അങ്ങോട്ട് നമുക്ക് പറഞ്ഞു പോകാലോ. എന്താ അടുത്ത നോക്കി. 8 ശിഷ്ടം എത്ര വരുമായിരിക്കും? 2 വരുമായിരിക്കും അല്ലേ. അടുത്ത 9 ശിഷ്ടം എത്ര വരും? 0 വരും. നോക്കിയേ, 1 ശിഷ്ടം 1 വരും, 2 ശിഷ്ടം 2 വരും, 3 ശിഷ്ടം 0 വരും. അടുത്ത വീണ്ടും 1 2 0 1 2 0 1 2 0 കണ്ടോ. അപ്പം 7 കിട്ടും. അടുത്തത് എന്തായിരിക്കും നമുക്ക് കിട്ടുന്നത്? 10 അല്ലേ. ഇതിനകത്തിൽ ഈ സീക്വൻസിനകത്തിലും അടുത്ത 8 കഴിഞ്ഞ് അടുത്ത എന്തായിരിക്കും കിട്ടുന്നത്? 11. ഇങ്ങനെ പോവും അല്ലേ, ഇങ്ങനെ പോവും. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ പോകുമെന്നുള്ളതിനാണ് ഈ 3 കുത്തിയിടുന്നത്. ഇതിങ്ങനെ തുടരും എന്ന് പറയുന്നതിന്. ഓക്കെ, ഇതേ നോക്കിയേ, ഇവിടെ റിമൈൻഡർ 1 വന്നു. പ്രത്യേകത പറഞ്ഞാൽ ഈ സീക്വൻസിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ 1-ൽ സ്റ്റാർട്ട് ചെയ്യും. ഈ സീക്വൻസിൻ്റെ പ്രത്യേകത പറയാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് പറയും? 1-ൽ സ്റ്റാർട്ട് ചെയ്യും. 1-ൽ സ്റ്റാർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ 1-ലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 1-ൽ സ്റ്റാർട്ട് ചെയ്തിട്ട് എത്ര വീതം ആഡ് ചെയ്ത് പോവും? +3 ആഡ് ചെയ്ത് പോവും. നോക്കിയേ, 1-ൻ്റെ കൂടെ 3 കൂട്ടിക്കഴിഞ്ഞാൽ 4 കിട്ടും. ഈ 4-ൻ്റെ കൂടെ വീണ്ടും 3 കൂട്ടിയാൽ 7 കിട്ടും. വീണ്ടും 3 കൂട്ടിയാൽ 10 കിട്ടും അല്ലേ. അതേപോലെ നമുക്ക് പറയാം ഒന്നാമത്തെ സീക്വൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1-ൽ തുടങ്ങിയിട്ട് 3 എന്ത് ചെയ്യും? ആഡ് ചെയ്ത് പോവും. രണ്ടാമത്തെ സീക്വൻസിനെ കുറിച്ച് നമുക്ക് പറയാം. എന്തിലാ തുടങ്ങുന്നത്? 2-ൽ തുടങ്ങും. ഇവിടെയും എന്ത് ആഡ് ചെയ്ത് പോവും? 3 വീതം ആഡ് ചെയ്ത് പോവും. കണ്ടോ, 3 വീതം ആഡ് ചെയ്ത് പോകുന്ന രണ്ടാമത്തെ സീക്വൻസ്. മനസ്സിലായോ? എങ്ങനെ സീക്വൻസ് എടുത്തതെന്ന് മനസ്സിലായല്ലോ. ഡൗട്ട് വല്ലതും ഉണ്ടോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇത് നോക്കിയാൽ റൈറ്റ് ഇൻ അസെൻഡിങ് ഓർഡർ. 2 ഓർഡർ നമുക്കുണ്ട്. അസെൻഡിങ് ഓർഡർ എന്ന് വെച്ചാലും അസെൻഡിങ് ഓർഡറും ഡിസെൻഡിങ് ഓർഡറും അല്ലേ. അസെൻഡിങ് ഓർഡർ എന്ന് വെച്ചാൽ ആരോഹണ ക്രമം, ഡിസെൻഡിങ് ഓർഡർ എന്ന് വെച്ചാൽ അവരോഹണ ക്രമം. എന്താ അസെൻഡിങ് ഓർഡർ എന്ന് വെച്ചാൽ? അസെൻഡിങ് ഓർഡർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുതിൽ നിന്നും വലുതിലേക്ക് പോകും. 1 2 3 4 എന്നും പറഞ്ഞ് ഇങ്ങനെ പോകും. ഇതാണ് അസെൻഡിങ് ഓർഡർ. ചെറിയ നമ്പറിൽ നിന്നും വലിയ നമ്പറിലേക്ക് പോകും. ഡിസെൻഡിങ് ഓർഡർ എന്ന് വെച്ചാൽ എന്താ? ഇങ്ങനെ കുറഞ്ഞു വരും. 90 90 80 70 ഇങ്ങനെ കുറഞ്ഞു വരുന്നതിനെ ഡിസെൻഡിങ് ഓർഡർ, അവരോഹണ ക്രമം എന്ന് പറഞ്ഞു. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? അസെൻഡിങ് ഓർഡർ ആണ് അല്ലേ. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? അസെൻഡിങ് ഓർഡർ ആണ്. ചെറുതിൽ നിന്നും വലുതേക്ക് പോകുന്ന ഓർഡറാണ് പറഞ്ഞിരിക്കുന്നത്. എന്തിൻ്റെ ഓർഡറാണ്? ദ സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പർ വിത്ത് ലാസ്റ്റ് ഡിജിറ്റ് 1 or 6. അവസാന ഡിജിറ്റ് 1ഉം 6ഉം വരുന്ന അവസാന ഡിജിറ്റ് 1ഉം 6ഉം വരുന്ന നാച്ചുറൽ നമ്പർ എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. നാച്ചുറൽ നമ്പർ എന്ന് പറഞ്ഞാൽ 1 2 3 4 എന്ന് പറഞ്ഞാൽ നാച്ചുറൽ നമ്പർ എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. ആദ്യത്തെ സീക്വൻസ്, ഒന്നാമത്തെ സീക്വൻസ് എന്ന് പറഞ്ഞാൽ എന്താ? 1-ൽ അവസാനിക്കണം. ലാസ്റ്റ് ഡിജിറ്റ് 1-ൽ അവസാനിക്കുന്ന സീക്വൻസ് എഴുതണം. രണ്ടാമത്തെ സീക്വൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവസാന നമ്പർ 6-ൽ അവസാനിക്കുന്ന സീക്വൻസ് എഴുതണം. 6-ൽ അവസാനിക്കുന്ന സീക്വൻസ് എഴുതണം. ഇങ്ങനെ 2 സീക്വൻസ് എഴുതിയിട്ട് അതിനെ മറ്റൊരു 2 രീതിയിൽ നമ്മളതിനെ വിശദീകരിക്കണം. വേറൊരു 2 രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക? അതിനെ വിശദീകരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കാം. ആദ്യം 1-ൽ അവസാനിക്കുന്ന നാച്ചുറൽ നമ്പേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കിയേ 1 ഉണ്ട് അല്ലേ. ഇതിൻ്റെ അവസാനം എത്രയിലാണ് അവസാനിക്കുന്നത്? 1-ലാണ് അവസാനിക്കുന്നത്. അടുത്ത 11. ഓക്കെ, 11. അടുത്ത എന്താ പറയുന്നത്? 21 31 31 41 ഇങ്ങനെ അങ്ങോട്ട് പോകും അല്ലേ. ഇതിൻ്റെ എല്ലാം അവസാനം എത്രയാ? 1-ലാണ് അവസാനിക്കുന്നത് 1-ലാണ്. കണ്ടോ, 1 11 21 31 41. ഇനി 6-ൽ അവസാനിക്കുക എന്ന് വെച്ചാൽ നമുക്ക് എങ്ങനെ പറയാം? 6. 6-ൽ അവസാനിക്കുന്ന 6 16 26 36 46 ഇങ്ങനെ പോകും അല്ലേ. 6-ൽ അവസാനിക്കുന്നത്. ഓക്കെ, കണ്ടോ, മനസ്സിലായോ? അപ്പോൾ ഇതും 6-ൽ അവസാനിക്കുന്നതാണ്. ഇനി ഡിസ്ക്രൈബ് ദിസ് സീക്വൻസ് 2 other way. നമ്മൾ 2 സീക്വൻസ് എഴുതി ഇനി അതിനെ മറ്റ് 2 രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം? വിശദീകരിക്കണം. മറ്റ് 2 രീതിയിലൊന്ന് വിശദീകരിച്ച് നോക്കിയേ. ഇതിനെ ഒന്നാമത്തെ സീക്വൻസിനെ നമ്മൾ വിശദീകരിക്കുകയാണ്. ആദ്യത്തെ വിശദീകരണം നമ്മൾ കൊടുക്കുന്നു. സ്റ്റാർട്ട് വിത്ത് 1-ൽ സ്റ്റാർട്ട് ചെയ്യും അല്ലേ. 1-ൽ സ്റ്റാർട്ട് ചെയ്തിട്ട് 10 വീതം ഇങ്ങനെ കൂട്ടി പോകുന്നു. 10 വീതം ഇങ്ങനെ കൂട്ടി പോകുന്നു സ്റ്റാർട്ട്. അപ്പം 1-ൽ തുടങ്ങിയിട്ട് എന്ത് ചെയ്യുന്നു? 10 ആഡ് ചെയ്ത് പോകുന്ന ഇതാണ് സീക്വൻസ്. 1-ൽ തുടങ്ങിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? 10 ആഡ് ചെയ്ത് പോകുന്നു. 1-ൽ തുടങ്ങി 10 ആഡ് ചെയ്ത് പോകുന്നത്, അതാണ് ഒന്നാമത്തെ വിശദീകരണം.
വിശദീകരണം. ഒന്നാമത്തെ സീക്വൻസിന് നമ്മൾ കൊടുക്കുന്ന ഒന്നാമത്തെ വിശദീകരണമാണ് 1 തുടങ്ങി 10 ആഡ് ചെയ്ത് പോകുന്നു. ഇനി രണ്ടാമത്തെ വിശദീകരണം നമുക്ക് പറയാം, ഇതിനകത്തിലെ എല്ലാ നമ്പറിനെയും 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ എന്ത് കിട്ടും? 1 കിട്ടും. അപ്പോൾ 1 തുടങ്ങി, അതും പറയണം 1 തുടങ്ങി, 1 തുടങ്ങുന്നു, എന്നിട്ട് 1 തുടങ്ങി ബാക്കി നമ്പേഴ്സ് എഴുതുന്നു. പ്രത്യേകത എന്താ? ഓരോ നമ്പരും ഈച്ച് നമ്പർ ഡിവൈഡഡ് ബൈ 10 ആൻഡ് ഗെറ്റ് റിമൈൻഡർ 1 അല്ലേ? എന്താ പറഞ്ഞത്? ഇതിനകത്തിലെ ഓരോ നമ്പറിനെയും നമ്മൾ 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് റിമൈൻഡറായിട്ട് എന്ത് കിട്ടും? 1 കിട്ടും. റിമൈൻഡറായിട്ട് 1 കിട്ടും. ഇത് നോക്കിയേ, 1നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 1 കിട്ടും. 11നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് റിമൈൻഡർ 1 കിട്ടും. കണ്ടോ? റിമൈൻഡർ എത്ര കിട്ടും? നമുക്ക് 1 കിട്ടും. റിമൈൻഡർ എന്ന് പറയുന്നത് 1 കിട്ടും. അപ്പോൾ ഒന്നാമത്തെ സീക്വൻസിനെ നമ്മൾ 2 രീതിയിൽ നിർവചിച്ചു കഴിഞ്ഞു. ഇനി അടുത്ത് എന്താ പറയുക? രണ്ടാമത്തെ സീക്വൻസിനെ അതേപോലെ നമ്മൾ നിർവചിക്കണം. നോക്കിയേ, എന്ത് പറയാം നമുക്ക്? ഇതേ ഒന്നാമത് പറഞ്ഞതുപോലെ തന്നെ പറയാം അല്ലേ? 6ൽ തുടങ്ങുന്നു, 6ൽ സ്റ്റാർട്ട് ചെയ്തിട്ട് 10 വീതം ആഡ് ചെയ്ത് പോകുന്നു അല്ലേ? 6ൻ്റെ കൂടെ 10 കൂട്ടുമ്പോൾ 16, വീണ്ടും 10 കൂട്ടുമ്പോൾ 26, വീണ്ടും 10 കൂട്ടുമ്പോൾ 36. അപ്പോൾ 6ൽ തുടങ്ങിയിട്ട് 10 കൂട്ടി പോകുന്നു. 10 എന്ത് ചെയ്യുന്നു? ആഡ് ചെയ്ത് പോകുന്നു. അതാണ് നമ്മൾ രണ്ടാമത്തെ സീക്വൻസിന് നൽകുന്ന ആദ്യത്തെ വിശദീകരണം. ഇനി ഒരു വിശദീകരണം കൂടെ നൽകിയേ, 6ൽ തുടങ്ങുന്നു അല്ലേ? 6ൽ തുടങ്ങുന്നു. ഞാൻ 10 കൊണ്ട് നാച്ചുറൽ നമ്പേഴ്സിനെ ഡിവൈഡ് ചെയ്താൽ നാച്ചുറൽ നമ്പേഴ്സിനെ ഞാൻ 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഇവിടുത്തെ റിമൈൻഡർ എനിക്ക് 6 ആയിട്ട് കിട്ടുന്ന ഒരു സീക്വൻസ്. നാച്ചുറൽ നമ്പറിനെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 6 ആയിട്ട് കിട്ടുന്ന ഒരു സീക്വൻസ്. അങ്ങനെ 2 രീതിയിൽ ഞാൻ എന്ത് ചെയ്തു? രണ്ടാമത്തെ സീക്വൻസിനെ നിർവഹിച്ചു. മനസ്സിലായോ? അപ്പോൾ അവർ പറഞ്ഞത് അവസാനം 1ൽ അവസാനിക്കുന്ന നാച്ചുറൽ നമ്പർ എഴുതുക, എന്നിട്ട് അതിനെ മറ്റു 2 രീതിയിൽ നിർവചിക്കുക. അടുത്ത സീക്വൻസ് 6ൽ അവസാനിക്കുന്ന ഒരു നാച്ചുറൽ നമ്പർ എഴുതുക, അതിനെ 2 രീതിയിൽ നിർവചിക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നിർവചിച്ചു. മനസ്സിലായോ? അടുത്ത ക്വസ്റ്റ്യൻ പറയാം. നോക്കിയേ, സീ ദീസ് ഫിഗർ. ഈ ഫിഗർ നോക്കി, ഒരു 3 ഫിഗർ കൊടുത്തിട്ടുണ്ട് അല്ലേ? എന്താ പറഞ്ഞിരിക്കുന്നത്? ദ ഫസ്റ്റ് പിക്ചർ ഷോസ് ആൻ ഇക്വലാറ്റർ ട്രയാങ്കിൾ വിത്ത് ദ സ്മാളർ ട്രയാങ്കിൾ ഗോട്ട് ബൈ ജോയിനിങ് ദ മിഡ് പോയിന്റ് ഓഫ് ദ സൈഡ്സ് കട്ട് ഓഫ്. എന്താ പറയുന്നത്? ഇവിടെ ഒരു ഇക്വലാറ്റർ ട്രയാങ്കിൾ കൊടുത്തിട്ടുണ്ട്. എന്താ ഇക്വലാറ്റർ ട്രയാങ്കിളിൻ്റെ പ്രത്യേകത? ഇനി മുതൽ ഇക്വലാറ്റർ ട്രയാങ്കിൾ കേൾക്കുമ്പോൾ നിങ്ങൾ എന്താണെന്ന് ചിന്തിക്കരുത്. സമഭുജ ത്രികോണം കേൾക്കുമ്പോൾ ചിന്തിക്കരുത്. എന്താ സമഭുജ ത്രികോണത്തിൻ്റെ പ്രത്യേകതകൾ? 3 സൈഡ് ഈക്വൽ ആയിരിക്കും, 3 ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. ഓക്കെ ആണോ? അത്രയും പഠിക്കുക. അതിൻ്റെ ഏരിയ ഒക്കെ കാണുന്നതിന് നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പഠിക്കുക. 3 സൈഡ്സും 3 ആംഗിൾസും ഈക്വൽ ആയിരിക്കും. ഒരു ആംഗിൾ എന്ന് പറയുന്നത് എത്ര ഡിഗ്രി ആയിരിക്കും? 60 ഡിഗ്രി ആയിരിക്കും. അതും പഠിച്ചു വെച്ചേക്കും. 60 ഡിഗ്രി ആയിരിക്കും ഒരു ആംഗിൾ. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? അവർ ഒരു ഇക്വലാറ്റർ ട്രയാങ്കിൾ ആണ് അല്ലേ? ഒരു ഇക്വലാറ്റർ ട്രയാങ്കിൾ ആണ് കാണിച്ചിരിക്കുന്നത്. എന്നിട്ട് എന്ത് ചെയ്തു? വിത്ത് ദ സ്മാളർ ട്രയാങ്കിൾ. ഇതിനകത്ത് കുറേ സ്മാളർ ട്രയാങ്കിൾ ഉണ്ട് അല്ലേ? അതെങ്ങനെ കിട്ടിയേക്കുന്നത്? ഓരോ സൈഡിൻ്റെയും മിഡ് പോയിൻ്റ്, നടുവശം കേട്ടോ, ഓരോ വശത്തിൻ്റെയും സെൻറ്ററുകൾ തമ്മിൽ ഇങ്ങനെ കൂട്ടി യോജിപ്പിച്ചപ്പോൾ അവർക്ക് എന്ത് ചെയ്തു? അടുത്തൊരു ട്രയാങ്കിൾ കിട്ടും. കണ്ടോ? മനസ്സിലായോ? വിത്ത് ദ സ്മാളർ ട്രയാങ്കിൾ ഗോട്ട് ബൈ ജോയിനിങ് ദ മിഡ് പോയിന്റ് ഓഫ് സൈഡ്സ് കട്ട് ഓഫ്. എന്താ പറയുന്നത്? ഇങ്ങനെ ഓരോ സൈഡിൻ്റെയും മിഡ് പോയിന്റ് തമ്മിൽ ഇങ്ങനെ കൂട്ടി വരച്ച് ഒരു ട്രയാങ്കിൾ കിട്ടി. അത് അവരെന്ത് ചെയ്തു? കട്ട് ചെയ്ത് കളഞ്ഞു. എന്ന് വെച്ചാൽ ഈ വെള്ള ഭാഗം എന്ത് ചെയ്തേക്കുക? കട്ട് ചെയ്ത് പോയേക്കുന്ന ഭാഗമാണ് വെള്ള ഭാഗം. ആ വെള്ള നിറത്തിൽ കൊടുത്തിരിക്കുന്ന ഭാഗമുണ്ടല്ലോ, അത് കട്ട് ചെയ്ത് കളഞ്ഞേക്കുക. ഇനി രണ്ടാമത്തെ ഫോട്ടോ നോക്കിയേ. രണ്ടാമത്തെ ഫോട്ടോയിൽ അവർ പറയുന്നത് ദ സെക്കൻഡ് പിക്ചർ ഷോസ് ദ സെയിം തിങ് ഡൺ ഓൺ ഈച്ച് ഓഫ് ദ 3 ട്രയാങ്കിൾസ് ഇൻ ദ ഫസ്റ്റ് പിക്ചർ. ഇവിടെ 3 ട്രയാങ്കിൾ ഉണ്ടല്ലേ? കട്ട് ചെയ്ത് പോകാത്ത 3 ട്രയാങ്കിൾ, 1 2 3 ട്രയാങ്കിൾ ഉണ്ട്. ഈ 3 ട്രയാങ്കിളിനകത്തിൽ വീണ്ടും അതേ രീതിയിൽ ചെയ്തേക്കുന്നത് എന്താ? ഓരോ ട്രയാങ്കിളിൻ്റെയും ഓരോ സൈഡിലെയും മിഡ് പോയിന്റുകൾ ചേർത്ത് ഇങ്ങനെ വീണ്ടും എന്ത് ചെയ്തേക്കുന്നു? കട്ട് ചെയ്ത് കളഞ്ഞിരിക്കുന്നു. ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് നടുക്കത്തെ ഭാഗം എന്ത് ചെയ്തേക്കുന്നു? വീണ്ടും കട്ട് ചെയ്ത് കളഞ്ഞിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കണ്ടോ? ദ തേർഡ് പിക്ചർ ഷോസ് ദ സെയിം തിങ് ഡൺ ഓൺ ദ സെക്കൻഡ് പിക്ചർ. രണ്ടാമത്തെ പിക്ചറിൽ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ വീണ്ടും എന്ത് ചെയ്യുന്നു? ഇതിനകത്തിലെ ഓരോ ട്രയാങ്കിളും എടുക്കുന്നു. കട്ട് ചെയ്യാത്ത ഈ ചുവന്ന കളറിലുള്ള ട്രയാങ്കിൾ ഉണ്ടല്ലോ, ആ ട്രയാങ്കിളിൻ്റെ ഓരോ സൈഡ്സിലെയും മിഡ് പോയിന്റുകൾ തമ്മിൽ യോജിപ്പിച്ച് വീണ്ടും എന്ത് ചെയ്തേക്കുന്നു? ട്രയാങ്കിളുകൾ കട്ട് ചെയ്തെടുത്തിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത് മനസ്സിലായോ? ആദ്യത്തെ ഒരു ട്രയാങ്കിൾ ഉണ്ട്. ആ ട്രയാങ്കിളിൻ്റെ സൈഡ്സിൻ്റെ മിഡ് പോയിന്റുകൾ ചേർത്ത് വെച്ചുകൊണ്ട് ഒരു ട്രയാങ്കിൾ ഉണ്ടാക്കിയിട്ട് അതെന്ത് ചെയ്തു? കട്ട് ചെയ്ത് കളഞ്ഞു. ആ കട്ട് ചെയ്ത് പോയ ഭാഗമാണ് ഈ വെള്ള നിറത്തിൽ കാണിച്ചിരിക്കുന്നത്. ഇനി വീണ്ടും എന്ത് ചെയ്യുന്നു? വീണ്ടും അതിനകത്തിലെ ചുമന്ന ട്രയാങ്കിളിൻ്റെ സൈഡുകൾ മിഡ് പോയിന്റ് ആക്കിക്കൊണ്ട്, അല്ലെങ്കിൽ സൈഡിൻ്റെ മിഡ് പോയിന്റ് കണ്ടുപിടിച്ച് വീണ്ടും എന്ത് ചെയ്തു? അതിനകത്ത് നിന്ന് ട്രയാങ്കിൾസ് വെട്ടിക്കളയുന്നു.
അങ്ങനെ മൂന്നാമതും ഇത് തന്നെ ആവർത്തിക്കുന്നു. ഇതാണ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്. ഇനിയാണ് വരുന്നത് ക്വസ്റ്റ്യൻ. ഹൗ മെനി റെഡ് ട്രയാങ്കിൾസ് ആർ ദെയർ ഇൻ ഈച്ച് പിക്ചർ. ഓരോ പിക്ചറിലുമുള്ള റെഡ് ട്രയാങ്കിൾ, ചുമന്ന ത്രികോണത്തിൻ്റെ നമ്പർ എത്രയാണ്? ഓരോ പടത്തിലും ചുമന്ന ട്രയാങ്കിൾ എത്ര എണ്ണം ഉണ്ട്? നോക്കിയേ, ഫസ്റ്റ് പടത്തിൽ എത്ര ചുമന്ന ട്രയാങ്കിൾ ഉണ്ട്? 3 ചുമന്ന ട്രയാങ്കിൾ ഉണ്ട്. രണ്ടാമത്തെ പടത്തിൽ എത്ര ട്രയാങ്കിൾ ഉണ്ട് ചുമന്നത്? 1 2 3 അല്ലേ? ഈ ഒരു പോർഷൻ നോക്കി, ഇത്രയും പോർഷൻ നോക്കി, ഈ പോർഷനകത്ത് എത്ര എണ്ണം ഉണ്ട്? 3 എണ്ണം ഉണ്ട് അല്ലേ? ഈ പോർഷനകത്ത് 3 എണ്ണം ഉണ്ട്. ഈ പോർഷനകത്ത് എത്ര ട്രയാങ്കിൾ ഉണ്ട്? 3 ട്രയാങ്കിൾ ഉണ്ട്. ആ 3 ട്രയാങ്കിൾ തന്നെ ഈ പോർഷനിലും കാണും, ഇവിടെയും കാണും അല്ലേ? അപ്പോൾ 3 3 3 6 6 3 9. അപ്പോൾ രണ്ടാമത്തെ ട്രയാങ്കിളിനകത്ത് ചുവന്ന ട്രയാങ്കിളിൻ്റെ എണ്ണം എത്രയാ? 9 ട്രയാങ്കിൾ. ഇനി നോക്കിയേ, ഇവിടെ നോക്കിയേ, ഏറ്റവും ചെറിയൊരു ട്രയാങ്കിൾ നോക്കിയേ, കണ്ടോ? ഇത്രയും ഭാഗം നോക്കിയേ, ഏറ്റവും മണ്ടയ്ക്ക്, അതിനകത്ത് തന്നെ 3 എണ്ണം ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിനകത്തുള്ളൊരു 3 എണ്ണം ഉണ്ട് ചുവന്ന ട്രയാങ്കിൾ, ഇതിനകത്തൊരു 3 എണ്ണം ട്രയാങ്കിൾ ഉണ്ട് അല്ലേ? മൊത്തത്തിൽ 9 ട്രയാങ്കിൾ. ഇത്രയും ഭാഗത്ത് തന്നെ 9 ട്രയാങ്കിൾ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു 9 എണ്ണം കാണും, ഇവിടെ ഒരു 9 എണ്ണം കാണും അല്ലേ? ഇവിടെ 9, ഇവിടെ 9, മൊത്തം 27 ട്രയാങ്കിൾ ഉണ്ട്. കണ്ടോ? 3 9 27 ക്വസ്റ്റ്യൻ വന്ന് നമ്മൾ ചെയ്തു അല്ലേ? ഹൗ മെനി റെഡ് ട്രയാങ്കിൾസ് ആർ ദെയർ ഇൻ ഈച്ച് പിക്ചർ. ഓരോ പിക്ചറിലും എത്ര ട്രയാങ്കിൾ ഉണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 3 9 27. ഓക്കെ ആണോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ടേക്കിംഗ് ദ ഏരിയ ഓഫ് ഓൾ അൺകട്ട് ട്രയാങ്കിൾസ് ആസ് 1, കമ്പ്യൂട്ട് ദ ഏരിയ ഓഫ് സ്മാൾ ട്രയാങ്കിൾസ് ഇൻ ഈച്ച് പിക്ചർ. എന്താ പറഞ്ഞേക്കുന്നത്? വലിയ ട്രയാങ്കിളിനെ ഉണ്ടല്ലോ, കട്ട് ചെയ്യാത്ത വലിയ ട്രയാങ്കിൾ, ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ 1 ആയിട്ടാണെങ്കിൽ 1 ആയിട്ട് കൺസിഡർ ചെയ്യുക. ട്രയാങ്കിളിൻ്റെ ഏരിയ 1 ആയിട്ട് കൺസിഡർ ചെയ്താൽ അതിനകത്ത് നിന്നും കട്ട് ചെയ്യാത്ത അൺകട്ട് ട്രയാങ്കിൾസ്, കട്ട് ചെയ്യാത്ത ട്രയാങ്കിൾസിൻ്റെ ഈ നടുക്കത്തെ ഭാഗമാണല്ലോ ആദ്യത്തെ പിക്ചറിൽ കട്ട് ചെയ്ത് പോയേക്കുന്നത്. ഈ കട്ട് ചെയ്ത് പോകാത്ത ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കുക. മനസ്സിലായോ? ഓരോ ട്രയാങ്കിളിലെയും ഈ ചെറിയ ട്രയാങ്കിളിൻ്റെ ഏരിയാസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. കട്ട് ചെയ്ത് പോകാത്ത ഏറ്റവും ചെറിയ ട്രയാങ്കിളിൻ്റെ ഏരിയ. വലിയ ട്രയാങ്കിളിൻ്റെ ഏരിയ 1 ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ നമുക്ക് പറയാം, ഈ ട്രയാങ്കിളിനെ മൊത്തം എത്ര പാർട്ടായിട്ടാണ് നമ്മൾ കട്ട് ചെയ്തേക്കുന്നത്? 4 പാർട്ട് അല്ലേ? 4 പാർട്ടായിട്ടല്ലേ കട്ട് ചെയ്തേക്കുന്നത്? ഇതൊന്ന്, ഇത് 2, ഇത് 3, ഇത് 4 അല്ലേ? 4 പാർട്ടായിട്ടാണ് കട്ട് ചെയ്തേക്കുന്നത്. വലിയ ട്രയാങ്കിളിന് 4 പാർട്ടായിട്ടാണ് കട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്ക് പറയാം എന്താ? ഇതിൻ്റെ ഒരു ട്രയാങ്കിൾ, ഏറ്റവും ചെറിയ ട്രയാങ്കിളിൻ്റെ ഏരിയ ആണ് ചോദിച്ചിരിക്കുന്നത് എന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ ആണ് ചോദിച്ചിരിക്കുന്നത്. ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 4 ആയിട്ട് കട്ട് ചെയ്തതിനകത്ത് ഒരു ഭാഗമായിരിക്കും. അതിനെ നമുക്ക് 1/4 എന്ന് എഴുതാം. മനസ്സിലായോ? 1/4. ഇനി അടുത്ത എന്താ ചോദിച്ചിരിക്കുന്നത്? അടുത്ത ട്രയാങ്കിളിനകത്തിലെ ഒരു ചെറിയ ട്രയാങ്കിളിൻ്റെ ഏരിയ, ഈ ഒരു ചെറിയ ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. നോക്കിയേ, ആ പടം ഒന്നും മാറ്റി വരച്ച് നോക്കിയത്. ഇങ്ങനെ ആയിരുന്നു ആദ്യം ട്രയാങ്കിൾ, പിന്നെ അതിനത് ഇങ്ങനെ കട്ട് ചെയ്തു, അതിനകത്ത് വീണ്ടും എന്ത് ചെയ്തു? നമ്മൾ വീണ്ടും ഒരു കട്ട് ചെയ്തു. ഇങ്ങനെ നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത് ഇങ്ങനെയാണെങ്കിൽ ഈ ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. നോക്കി, എല്ലാ ട്രയാങ്കിളും സെയിം ആയിട്ട് കിടക്കുന്നില്ലേ? ഞാൻ ഒരു ട്രയാങ്കിളും കൂടെ ഇതിനകത്തിൽ ആഡ് ചെയ്യുകയാണ്. ഈ പടത്തിനകത്തിലേക്ക് ഞാൻ ഒരു ട്രയാങ്കിളിനെയും കൂടെ ആഡ് ചെയ്യുക. കണ്ടോ? ഇപ്പം നോക്കി, ഇതിനകത്തുള്ള ട്രയാങ്കിളിൻ്റെ എല്ലാം വലിപ്പം സെയിം ആയില്ലേ? എല്ലാ ട്രയാങ്കിളിൻ്റെയും വലിപ്പം സെയിം ആണ് അല്ലേ? ഇനി എത്ര ട്രയാങ്കിൾ ഉണ്ടെന്നൊന്ന് എണ്ണി നോക്കിയേ. ഇത് 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16. അപ്പോൾ ഇവിടെ 16 ട്രയാങ്കിൾ ഉണ്ട് അല്ലേ? 16 ട്രയാങ്കിൾ ഉണ്ട്. അതിൽ ഒരു ട്രയാങ്കിൾ, ഏറ്റവും ചെറിയ ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ ആണ് ചോദിക്കുന്നത്. സ്മാൾ ട്രയാങ്കിൾ ഓഫ് എ സ്മാൾ ട്രയാങ്കിൾ. ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ നമുക്ക് കണ്ടുപിടിച്ചാൽ മതി. അങ്ങനെയാണെങ്കിൽ നമുക്ക് എഴുതാം 1/16 ആണ്. 1/16. മനസ്സിലായോ? 1/16 ആണ്. 1/16. ഓക്കെ ആണോ? പറഞ്ഞേക്കുന്നത് ഓക്കെ ആണോ? അപ്പോൾ നോക്കിയേ, ഞാൻ പറഞ്ഞു ഇതിനകത്ത് 4 ട്രയാങ്കിൾ ഉണ്ട്. മറ്റൊരു രീതിയിൽ നമുക്ക് കണ്ടുപിടിക്കാം. ഇതിനകത്ത് 4 ട്രയാങ്കിൾ ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ? ഈ രൂപമല്ലേ ഇതിൻ്റെ മണ്ടയ്ക്കിരിക്കുന്നത്? കണ്ടോ? ഈ മണ്ടയ്ക്കിരിക്കുന്ന രൂപം എന്ന് പറയുന്നത് ഇതുമായിട്ട് സെയിം അല്ലേ? അപ്പോൾ ഇതിനകത്ത് 4 ട്രയാങ്കിൾ ഉണ്ടെങ്കിൽ ഇതിലും എത്ര ട്രയാങ്കിൾ കാണും? 4 ട്രയാങ്കിൾ കാണും. ഇതിനകത്തിലും 4 ട്രയാങ്കിൾ കാണും. ഇതിനകത്തിലും 4 ട്രയാങ്കിൾ കാണും. ഈ നടുക്ക് കട്ട് ചെയ്തേക്കുന്ന പോർഷൻ കണ്ടോ? അതിനെയും നമ്മൾ റെപ്രസെൻറ്റ് ചെയ്താലോ? അതിനകത്തിലും കാണും 4 ട്രയാങ്കിൾ. മനസ്സിലായോ? അതിനകത്തിൽ എത്ര ട്രയാങ്കിൾ കാണും? 4 ട്രയാങ്കിൾ കാണും. ഇതിനകത്ത് ചുവപ്പ് വെള്ളയെന്നൊന്നും പറഞ്ഞിട്ടില്ല. ഓഫ് എ സ്മാൾ ട്രയാങ്കിൾ, ഒരു
ചെറിയ ട്രയാങ്കിളിൻ്റെ ഏരിയ ആണ് ചോദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അതും നമ്മൾ കൺസിഡർ ചെയ്യുന്നു. വെട്ടിക്കളഞ്ഞേക്കുന്നതിനെ നമ്മൾ കൺസിഡർ ചെയ്യുന്നു. അതുകൊണ്ട് ഇതേ 4 പാർട്ട് കാണും. 4 × 4 അല്ലേ, ഒരു പാർട്ടിനകത്ത് 4 ട്രയാങ്കിൾ വെച്ച് 4 × 4 16 ട്രയാങ്കിൾ കാണും. അപ്പോൾ അതിനകത്തിൽ ഒരു ട്രയാങ്കിൾ എന്ന് വെച്ചാൽ 1/16. ഇനി നോക്കിയേ, ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് ഇത്രയും ഭാഗമാണ്, കണ്ടോ, ഇത്രയും ഭാഗം. അതാണ് അടുത്ത പിക്ചറിനകത്തിലെ ഭാഗമാണ്, കണ്ടോ. അപ്പോൾ ഇതിനകത്ത് നമ്മൾ പറഞ്ഞു 16 എണ്ണം ഉണ്ട്. ഇതിനകത്ത് 16 എണ്ണം ഉണ്ടെങ്കിൽ ഇതിലും എത്ര ഉണ്ട്, 16 ട്രയാങ്കിൾ ഉണ്ട്. ഇതിലും എത്ര ഉണ്ട്, 16 ഉണ്ട്. ഈ വെട്ടിക്കളഞ്ഞതിനകത്തിലും എത്ര എണ്ണം വരും, 16 എണ്ണം വരും. അതായത് 16 × 4 എത്ര കിട്ടും നമുക്ക്, 64 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ അതിലെ ഒരു ട്രയാങ്കിൾ എന്ന് പറയുന്നത് 1/64 ആണ്. 1/64 മനസ്സിലായോ? 1/4, 1/16, 1/64. ഓക്കെ ആണല്ലോ പറഞ്ഞത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ ടോട്ടൽ ഏരിയ ഓഫ് ഓൾ ദ റെഡ് ട്രയാങ്കിൾ ഇൻ ഈച്ച് പിക്ചർ? അങ്ങനെയാണെങ്കിൽ ഈ ഓരോ പിക്ചറിലെയും റെഡ് ട്രയാങ്കിളിൻ്റെ, ചുമന്ന ട്രയാങ്കിളിൻ്റെ ടോട്ടൽ ഏരിയ ആണ് ചോദിച്ചിരുന്നത്. ചുമന്ന ട്രയാങ്കിളിൻ്റെ ടോട്ടൽ ഏരിയ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ചുമന്ന ട്രയാങ്കിളിൻ്റെ ടോട്ടൽ ഏരിയ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. നമ്മൾ പറഞ്ഞു ഇതേ ഇതിനകത്തിലെ ഒരു ഫസ്റ്റ് പടത്തിനകത്തിലെ ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 1/4 ആണ്. ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ 1/4 ആണ്. ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ 1/4 ആണ്. ഇവിടെ എത്ര ചുവന്ന ട്രയാങ്കിൾ ഉണ്ട്? ആദ്യത്തെ പടത്തിൽ എത്ര ചുവന്ന ട്രയാങ്കിൾ ഉണ്ട്? 3 ട്രയാങ്കിൾ ഉണ്ട് അല്ലേ. അതായത് × 3, 1/4 × 3 എത്ര കിട്ടും നമുക്ക്? 3/4. അപ്പോൾ ആദ്യത്തെ ചുമന്ന ട്രയാങ്കിളിൻ്റെ ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് എത്ര കിട്ടും നമുക്ക്? 3/4 ആണ്. ഓക്കെ ആണോ? ഇനി അടുത്ത് നോക്കിയേ, ഇതിനകത്തിലെ ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ 1/60 ആണ്. രണ്ടാമത്തെ പടത്തിനകത്തിലെ ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ 1/60 ആണ്. ഇനി അതിൽ എത്ര ചുമന്ന ട്രയാങ്കിൾ ഉണ്ട്? ദേ ഇതിനകത്ത് 3 ട്രയാങ്കിൾ ഉണ്ട്, ഇതിൽ 3 ട്രയാങ്കിൾ ഉണ്ട്, ഇതിൽ 3 ട്രയാങ്കിൾ ഉണ്ട് അല്ലേ. ടോട്ടൽ എത്ര കിട്ടും? 3 + 3 + 3 9 അല്ലേ, 9. അപ്പം 9/6. അപ്പോൾ ഇവിടുത്തെ ട്രയാങ്കിൾ എന്ന് പറയുന്നത് 9/6 ആണ്. ഇവിടുത്തെ ചുമന്ന ട്രയാങ്കിളിൻ്റെ ഏരിയ 9/6. മനസ്സിലായോ? ഇനി അടുത്ത് നോക്കിയേ, ഈ ട്രയാങ്കിളിനകത്തിലെ ഒരു ചെറിയ ട്രയാങ്കിളിൻ്റെ ഏരിയ എത്രയാ? ഒരു ചെറിയ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ 1/64 ആണ്. 1/64. ഇതിനകത്ത് എത്ര ചുമന്ന ട്രയാങ്കിൾ ഉണ്ടെന്ന് നോക്കിയേ. ഈ ഒരു ചെറിയ ട്രയാങ്കിൾ എത്ര ട്രയാങ്കിൾ ഉണ്ടെന്ന് പറഞ്ഞു? ഇപ്പം നമ്മൾ 9 ട്രയാങ്കിൾ ഉണ്ട് അല്ലേ. ഈ ഒരു ചെറിയ ഭാഗത്ത് 9 ട്രയാങ്കിൾ. അങ്ങനെയാണെങ്കിൽ ഇതിനകത്തിൽ 9 ട്രയാങ്കിൾ കാണും, ഇതിനകത്തിൽ 9 ട്രയാങ്കിൾ കാണും. 9 + 9 + 9 9 × 3 27. അപ്പോൾ 27 എണ്ണം കാണും അല്ലേ. എത്ര കിട്ടും നമുക്ക്? 27 × 64. ഇവിടുത്തെ ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 27/64 എന്ന് കിട്ടും. മനസ്സിലായോ പറഞ്ഞത്? ഡൗട്ട് വല്ലതും ഉണ്ടോ? ഓക്കെ, ഇനി നോക്കിയേ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. അങ്ങനെയാണെങ്കിൽ റൈറ്റ് ദ ഫസ്റ്റ് 5 ടേംസ് ഓഫ് ഈച്ച് ഓഫ് ദി 3 സീക്വൻസ് ഗോഡ് ബൈ കണ്ടിന്യൂയിങ് ദിസ് പ്രോസസ്. എന്താ പറഞ്ഞേക്കുന്നത്? ഇപ്പോൾ ഈ 3 ക്വസ്റ്റ്യൻ, കഴിഞ്ഞ 3 ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ. അതെ, ഇവിടെ ഒരു ക്വസ്റ്റ്യൻ, കഴിഞ്ഞ 3 ക്വസ്റ്റ്യൻ. ഈ 3 ക്വസ്റ്റ്യനകത്തിൽ 3 സീക്വൻസ് നമുക്ക് കിട്ടി. ഒന്നാമത്തെ ക്വസ്റ്റ്യനകത്ത് 3 9 27 അല്ലേ, എടുത്ത് എഴുതാം. ഒന്നാമത്തെ ക്വസ്റ്റ്യനകത്ത് കിട്ടിയ സീക്വൻസ് 3 9 27. രണ്ടാമത്തേനകത്ത് കിട്ടിയ സീക്വൻസ് എന്താ? രണ്ടാമത്തേനകത്ത് 1/4 1/16 1/64 അല്ലേ. 1/4 രണ്ടാമത്തേനകത്ത് 1/4 1/16 1/64 അല്ലേ. അടുത്തതിനകത്തിൽ ലാസ്റ്റത്തേനകത്ത് കിട്ടിയ സീക്വൻസ് എന്തുവാ? 3/4 9/6 സോറി, ഇവിടെ 16 ആണ്, 9/16 ആട്ടോ. സോറി 9/16. അപ്പോൾ 9/16 അടുത്ത നോക്കിയാൽ 27/64. ഇതാണ് മൂന്നാമത്തെ ക്വസ്റ്റ്യനകത്ത് നമുക്ക് കിട്ടിയ സീക്വൻസ് അല്ലേ. അങ്ങനെയാണെങ്കിൽ ഇവിടെ പറഞ്ഞേക്കുന്നത് വെച്ചാൽ നമുക്ക് 3 സീക്വൻസ് കിട്ടി അല്ലേ. ഈ 3 സീക്വൻസിനകത്തിലെ റൈറ്റ് ദ ഫസ്റ്റ് 5 ടേംസ് ഓഫ് ഈച്ച് ഓഫ് ദ 3 സീക്വൻസ്. ഈ 3 സീക്വൻസിനകത്തിലെ ആദ്യത്തെ 5 ടേം എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. 5 ടേം എന്ന് വെച്ചാൽ ഓൾറെഡി ഇവിടെ 3 എണ്ണം ഉണ്ട്, അതിൻ്റെ കൂടെ 2 ടേമും കൂടെ കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. അതിൻ്റെ കൂടെ 2 ടേമും കൂടെ നമ്മൾ കണ്ടുപിടിക്കണം. അങ്ങനെ 2 ടേം കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഈ സീക്വൻസിൻ്റെ പൊതുവായ റൂൾ എന്താണ്? ഈ ഓരോ സീക്വൻസിനും എന്തോ ഒരു റൂളുണ്ട്. ആ റൂൾ ആദ്യം കണ്ടുപിടിക്കണം. എന്താണെന്ന് നോക്കാം. ആദ്യത്തെ റൂൾ നോക്കിയേ, 3 9 27. എന്തെങ്കിലും പ്രത്യേകത കാണുന്നുണ്ടോ? 3 9 27. ആദ്യത്തെ സീക്വൻസ് ഞാൻ എഴുതുക 3 9
27 ഇങ്ങനെ പോയാൽ നമ്മൾ ഇതിൻ്റെ പ്രത്യേകത കാണുമ്പോൾ ഇങ്ങനെ പോകുമ്പോൾ ഇതിൻ്റെ എൻ ടേം എന്ന് പറയും നമ്മൾ. എന്ത് ടേം? അവസാനത്തെ ടേം അല്ലെങ്കിൽ ഒരു ബീജഗണിത രൂപം നമ്മൾ കണ്ടുപിടിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നോക്കിയേ, 3ൻ്റെ പ്രത്യേകത ഞാൻ നോക്കുകയാണ്. 3ൻ്റെ പ്രത്യേകത 3 ചെയ്താൽ എനിക്ക് 3 എന്ന് കിട്ടും. 3 ചെയ്താൽ എനിക്ക് എത്ര എന്ന് കിട്ടും? 3 എന്ന് കിട്ടും. ഈ 3യുടെ സ്ക്വയർ എടുത്താൽ എനിക്ക് 9 എന്ന് കിട്ടും. 3യുടെ ക്യൂബ് എടുത്താൽ എനിക്ക് 27 എന്ന് കിട്ടും. കണ്ടോ? 3 3 അല്ലേ? കണ്ടോ? ഇങ്ങനെ പോകും. എന്താ പ്രത്യേകത? 3യുടെ സ്ക്വയർ 3 നാച്ചുറൽ നമ്പറാണ് പോകുന്നത് അല്ലേ? അങ്ങനെയാണെങ്കിൽ അടുത്ത നമ്പർ എന്തായിരിക്കും? 3 3 ഇങ്ങനെ പോകും അല്ലേ? അങ്ങനെയാണെങ്കിൽ അവസാന നമ്പർ n ആണെങ്കിൽ നമുക്ക് 3n എന്ന് പറയാം. 3n അല്ലേ? ഇങ്ങനെ പോയി 1 2 3 4 എന്ന് ഇങ്ങനെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവസാന നമ്പർ n ആണെങ്കിൽ ഈ അവസാനത്തെ നമ്പർ കണ്ടുപിടിക്കാൻ വേണ്ടി അവസാനത്തെ ഇവിടുത്തെ നമ്പർ എന്തായിരിക്കും? 3n ആയിരിക്കും. 3n ഇതിനെ നമ്മൾ ബീജഗണിതം അല്ലെങ്കിൽ ഓൾജിബ്ര, ഈ സീക്വൻസിൻ്റെ ഓൾജിബ്ര എന്ന് പറയുന്നു. മനസ്സിലായോ? ഈ സീക്വൻസിൻ്റെ ഓൾജിബ്ര എന്ന് പറയുന്നു. മനസ്സിലായോ? എങ്ങനെ കണ്ടുപിടിച്ചേ? 1 2 3 എന്താ പ്രത്യേകത? അതേ ബേസ് സെയിം അല്ല, ബേസിന് മാറ്റമൊന്നുമില്ല. 3 3 അല്ലേ? എവിടെ മാറുന്നത്? ഇതേ പവറാണ് മാറുന്നത് അല്ലേ? കൃതിയാണ് മാറുന്നത്. 1 2 3 4 5 എന്ന് പറഞ്ഞ് ഇങ്ങനെ പോകുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അവസാനത്തെ ടേം n ആണെങ്കിൽ, ലാസ്റ്റ് ടേം n ആണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? 3n എന്ന് എഴുതാം. ഇങ്ങനെ എഴുതുന്നതിനെയാണ് നമ്മൾ ബീജഗണിത രൂപത്തിൽ, സീക്വൻസിൻ്റെ ബീജഗണിത രൂപം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് പറയാം ഇതിൻ്റെ ഓൾജിബ്ര എന്ന് പറയാം. എന്താ ഇതിൻ്റെ പ്രത്യേകത? ഈ ഓൾജിബ്ര കണ്ടുപിടിക്കുന്നതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അപ്പോൾ നമ്മളോട് ചോദിക്കുക, അങ്ങനെയാണെങ്കിൽ ഈ ടേമിലെ 4ാമത്തെ പദം അല്ലേ? ഇവിടെ നമ്മൾ 4ാമത്തെ ടേമല്ലേ കണ്ടുപിടിക്കാൻ. 4ാമത്തെ ടേം കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? എന്നിൻ്റെ അവിടെ 4 എന്ന് കൊടുത്താൽ മതി. എന്നിൻ്റെ അവിടെ 4 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും 3 3 എന്ന് വെച്ചാൽ എത്ര? 3 81 അല്ലേ? 3 എന്ന് വെച്ചാൽ 81. അടുത്ത 3 കണ്ടുപിടിക്കണമെങ്കിൽ നമ്മളിവിടെ എന്ത് എന്നിൻ്റെ അവിടെ എത്ര ഇട്ട് കൊടുക്കുക? 5 ഇട്ട് കൊടുക്കുക. ഇനി നമ്മളടുത്ത് ചോദിക്കുക, അങ്ങനെയാണെങ്കിൽ 50ാമത്തെ ടേം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? 3 എന്ന് ഇട്ട് കൊടുത്താൽ മതി. എന്നിൻ്റെ അവിടെ എന്ത് കൊടുത്താൽ മതി? കണ്ടുപിടിക്കേണ്ട ടേം ഏതാണോ ആ n എന്ന് കൊടുത്താൽ മതി. 50 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 50ാമത്തെ ടേം കിട്ടും. ഇതാണ് ഓൾജിബ്ര കിട്ടിയാലുള്ള ഗുണം. മനസ്സിലായോ? ഇനി 100ാമത്തെ ടേമാണ് നമുക്ക് കണ്ടുപിടിക്കണം. 1ാമത്തെ സീക്വൻസിനകത്തുള്ള 100ാമത്തെ ടേം കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? എന്നിൻ്റെ അവിടെ എന്ത് കൊടുത്താൽ മതി? 100 എന്ന് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് 100ാമത്തെ ടേം കിട്ടും. 3 അപ്പോൾ ഇവിടെ 4ാമത്തെ ടേമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതുകൊണ്ട് എന്നിൻ്റെ അവിടെ നമ്മൾ 4 എന്ന് കൊടുക്കുന്നു. 3 എന്ന് വെച്ചാൽ 81 അല്ലേ? 81. അപ്പോൾ നമുക്ക് 4ാമത്തെ ടേം കിട്ടിയത് 81, 4ാമത്തെ ടേം. ഇനി നമുക്ക് 5ാമത്തെ ടേം കാണണം. 5ാമത്തെ ടേം കാണാൻ എന്ത് ചെയ്യണം? എന്നിൻ്റെ അവിടെ ആരെ കൊടുക്കണം? 5 എന്ന് കൊടുക്കണം അല്ലേ? 3 ചെയ്താൽ നമുക്ക് 5ാമത്തെ ടേം കിട്ടും. 3 എന്ന് വെച്ചാൽ എന്ത് ചെയ്യണം? 3 ഇങ്ങനെ 5 തവണ എഴുതി കുടിക്കണം. അതാണ് ഈ 3 കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലേ? 3 എന്ന് വെച്ചാൽ നമ്മൾ പവർ കാണുന്നത് എങ്ങനെയാണ്? 3 എത്ര പ്രാവശ്യം എഴുതി കുണിക്കുന്നു അതാണ് മേളിൽ പവറായിട്ട് കൊടുത്തേക്കുന്നത്. 5 എന്ന് കൊടുത്തതിന് അർത്ഥം 5 തവണ ഇങ്ങനെ എഴുതി കുണിക്കണം. 3 × 3 3 × 3 9 9 × 3 27 27 × 3 81 81 × 3 243. അങ്ങനെയാണെങ്കിൽ 5ാമത്തെ ടേം എന്ന് പറയുന്നത് 243. അപ്പോൾ 1ാമത്തെ സീക്വൻസിനകത്തിലെ 5 ടേം നമ്മൾ കണ്ടുപിടിച്ചു. ഇങ്ങനെ എത്ര ടേം വേണമെങ്കിലും നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ ആണോ? ഓക്കെ. അപ്പോൾ ഇതെല്ലാം മായ്ക്കുവാണ്. 1ാമത്തെ സീക്വൻസ് കണ്ടുപിടിച്ച രീതി മായ്ക്കുവാണ്. ഇത് അടുത്ത സീക്വൻസ് നോക്കിയേ. അടുത്ത സീക്വൻസ് 1/4 അല്ലേ? 1/16 1/64 അല്ലേ? എന്താ പ്രത്യേകത? അതേ ഇവിടെ 4 എന്തായി? 16 ആയി. 16 എന്തായി? 64 അല്ലേ? 4 എന്നുള്ളത് 16 ആയി, 64 അല്ലേ? എന്താ പ്രത്യേകത? അതേ പ്രത്യേകത നോക്കിക്കോ. 1/4 ഞാൻ 4 എന്ന് കൊടുക്കുക. 4 തൊട്ടടുത്ത് നോക്കിയേ. 16 എന്ന് പറയുന്നത് നമുക്കറിയാം 4ൻ്റെ സ്ക്വയർ ആണ്. 64 1/4 ആണ് അല്ലേ? 4ൻ്റെ ക്യൂബാണ് 64. കണ്ടോ? 4 ആണ് 4. 4ൻ്റെ സ്ക്വയർ ആണ് 64. 4 ആണ് 64 അല്ലേ? അങ്ങനെയാണെങ്കിൽ അടുത്ത നമ്പർ എന്തായിരിക്കും? 1/4 ആയിരിക്കും. അതിൻ്റെ അടുത്ത നമ്പറോ 1/4 ആയിരിക്കും. കണ്ടോ? 1ാമത്തെ ടേം 4 ആയിരുന്നു. 1/1
1/4 ആയിരുന്നു ഒന്നാമത്തെ ടേം, രണ്ടാമത്തെ ടേം 1/4, മൂന്നാമത്തെ ടേം 1/4, നാലാമത്തെ ടേം 1/4, അഞ്ചാമത്തെ ടേം 1/4. അങ്ങനെയാണെങ്കിൽ എന്ത് ടേം അവസാനത്തെ ടേം എന്തായിരിക്കും? 1/4n. 1/4n ഇതായിരിക്കും നമ്മുടെ ബീജഗണിതം എന്ന് പറയുന്നത്, ആൾജിബ്ര എന്ന് പറയുന്നത്. മനസ്സിലായോ? 1/4n. n എന്ന് വെച്ച് കഴിഞ്ഞാൽ അവസാനത്തെ നമ്പർ, n അവസാനത്തെ നമ്പർ ആണെങ്കിൽ n. ഓക്കെ ആണോ? അപ്പോൾ ഇവിടുത്തെ നാലാമത്തെ ടേം എന്ന് വെച്ചാൽ 1/4. 1/4 എന്ന് വെച്ചാൽ എത്രയാണ്? 256 അല്ലേ? അന്നേരം ഇവിടുത്തെ ആൻസർ എന്ന് വെച്ചാൽ 1/256. അടുത്ത് നോക്കിയേ 4/5 അല്ലേ? വീണ്ടും എന്ത് ചെയ്യാം? 4 ഗുണിക്കുക. 256 × 4 ഗുണിക്കണം അല്ലേ? 1024. 1/1024. ഓക്കെ ആണോ പറഞ്ഞത്? മനസ്സിലായോ? അപ്പോൾ രണ്ടാമത്തെ സീക്വൻസും കണ്ടുപിടിക്കുന്ന പഠിച്ചേ. ഇനി നോക്കുക മൂന്നാമത്തെ സീക്വൻസ് എഴുതി കഴിഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി. നോക്കുമ്പോഴേ നമുക്ക് മനസ്സിലാവും എന്തെങ്കിലും ഒരു പ്രത്യേകത അതിനകത്ത് കാണും. ഒന്നെങ്കിൽ സ്ക്വയറോ അല്ലെങ്കിൽ ക്യൂബോ ഒക്കെ ആയിരിക്കും. അത് മനസ്സിലാക്കി എടുത്താൽ മതി, ബാക്കിയെല്ലാം സിമ്പിൾ. അതേ നോക്കിയേ മൂന്നാമത്തെ 3/4, 9/16, 27/64 അല്ലേ? 3, 9, 27 ഒന്നാമത്തെ സീക്വൻസ് അല്ലേ? 3, 9, 27. അതിൻ്റെ പ്രത്യേകത നമ്മൾ എന്താ പറഞ്ഞത്? 3n ആണ് അതിൻ്റെ പ്രത്യേകത. അതിൻ്റെ ആൾജിബ്രിക് ഫോം എന്ന് വെച്ചാൽ 3n ആണ്. 3n ആണ് എന്ന് വെച്ചാൽ 3/1. 9 പകരം നമുക്ക് ഇനി മാറ്റി എഴുതി കഴിഞ്ഞാൽ എങ്ങനെ എഴുതാം? 3/1, 3/2, 3/3. അടുത്ത എന്തായിരിക്കും? 3/4. അടുത്ത 3/5 അല്ലേ? ഇനി താഴെ കിടക്കുന്നത് ഇതേ നോക്കിയേ 1/4, 1/16 അല്ലേ? 4, 16, 64 എന്തായിരുന്നു പ്രത്യേകത? അതെല്ലാം 4ൻ്റെ പവേഴ്സാണ് അല്ലേ? 4/1, 4/2, 4/3, 4/4, 4/5. ഓക്കെ ആണോ? മനസ്സിലായോ പറഞ്ഞത്? അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ അടുത്ത നമ്പർ എന്തായിരിക്കും? നമുക്ക് എഴുതാം. 3/4 എത്ര നമ്മൾ കണ്ടുപിടിച്ചത്? 81 അല്ലേ? 81 ഡിവൈഡഡ് ബൈ 4/4 എത്ര? 256. അടുത്തത് 243. 3/5 എന്ന് വെച്ചാൽ 243 കണ്ടുപിടിച്ചിട്ടുണ്ട്. 243 ഡിവൈഡഡ് ബൈ 1024. 4/5 കണ്ടോ? അടുത്ത 5 രണ്ടെണ്ണം കൂടെ കൂട്ടി മൊത്തത്തിൽ ആദ്യത്തെ 5 സീക്വൻസ് അല്ല 5 ടേം നമ്മൾ എഴുതിയിട്ടുണ്ടല്ലേ? അവസാനത്തെ രണ്ടെണ്ണം കൂടെ കൂട്ടി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? 5 ടേം എഴുതിയിട്ടുണ്ട്. മനസ്സിലായോ? ഇതിൻ്റെ ബീജഗണിത രൂപം എങ്ങനെ വരും? ഇതിൻ്റെ ബീജഗണിത രൂപം ഒന്ന് പറഞ്ഞു നോക്കിയേ. ബീജഗണിത രൂപം എന്തേ നോക്കിയേ? 3/1, 3/2, 3/4, 3/5 അങ്ങനെ പോവുകയാണെങ്കിൽ n ലാസ്റ്റ് ടേം എന്ന് പറയുന്നത് എന്തായിരിക്കും? 3n ആയിരിക്കും. 3n ഡിവൈഡഡ് ബൈ താഴെ ഉണ്ട് ഒരു ടേം കൂടെ അല്ലേ? 4/1, 4/2, 4/3, 4/4 അങ്ങനെ പോകുമ്പോൾ അവസാന ടേം എന്തായിരിക്കും? 4n ആയിരിക്കും. ഇനി നമുക്ക് കോമൺ ആയിട്ട് തന്നെ എങ്ങനെ എഴുതാം? 3/4 3/4 ഈ n 3ക്കും ബാധകമാണ് 4നും ബാധകമാണ്. ഇതാണ് ഇതിൻ്റെ ആൾജിബ്രിക് ഫോം. മനസ്സിലായോ പറഞ്ഞത്? ഡൗട്ട് വല്ലതും ഉണ്ടോ? എന്തെങ്കിലും ഡൗട്ട് ഇത്രയും കാര്യങ്ങളിനകത്ത് എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മറ്റുള്ള വിദ്യാർത്ഥികൾക്കും കൂടി നിങ്ങളിത് ഷെയർ ചെയ്ത് കൊടുക്കുക. നല്ല രീതിയിൽ പഠിക്കുക. ഓക്കെ, പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ അടുത്ത ദിവസം തന്നെ വരുന്നതായിരിക്കും.